തിന്മയുടെ ശക്തി വളരെ അധികം ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല, തിന്മയെ പ്രോത്സാഹിപ്പിക്കുവാൻ രാഷ്ട്രീയ കക്ഷികളും ഈവൻ മത നേതാക്കന്മാരും പോലും, ഇല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ പോലും അറിഞ്ഞോ അറിയാതെയോ ആ തിന്മയുടെ ശക്തിക്ക് അടിമപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. തലമുറകളെ, പ്രത്യേകിച്ച് മനുഷ്യവർഗത്തിൻ്റെ വേരായ യൗവന ജനങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ വലിയൊരു ഉദ്ദേശം. അതുകൊണ്ടാണ് ഇന്ന് ലോകം മുഴുവൻ മയക്കുമരുന്നും മദ്യപാനവും അതുപോലെ മറ്റു പല തിന്മ പ്രവൃത്തികളും അധികം വർദ്ധിച്ചുകൊണ്ട് വരുന്നൊരു കാലമാണ്. അതിന് പ്രോത്സാഹനം പോലും ഗവൺമെൻറ് തലത്തിൽ പോലും ചിലയിടത്ത് കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അങ്ങനെയുള്ള അധാർമികമായ പ്രവൃത്തികൾക്ക് ചില കോടതി പോലും വിധി കൽപ്പിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ കുറ്റമാണോ? അധികാരികളുടെ കുറ്റമാണോ? എന്തുകൊണ്ട് അവരും ഇത് അറിഞ്ഞോ അറിയാതെയോ ഇതിലകപ്പെട്ടു പോകുന്നു? ഇതൊരു പഠിക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. സൂര്യൻ കിഴക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഉദിച്ചു വരുന്ന സമയം നമ്മൾ കാണുന്നുണ്ട്. അതിങ്ങനെ പതുക്കെ 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 ഉദിച്ച് അതിൻ്റെ മാക്സിമം നട്ടുച്ച വരെയും. അതാണല്ലോ അതിൻ്റെ ചൂടിൻ്റെ താപത്തിൻ്റെ കാഠിന്യം. പിന്നീട് അത് താഴോട്ടാണ് പോകുന്നത്. എന്ന് പറഞ്ഞ പോലെ അധർമ്മത്തിൻ്റെ ശക്തി ലോകത്തിൽ വ്യാപിച്ച് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. പിന്നീട് എന്തു ചെയ്യും? ഏതൊരു കാര്യവും അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റോപ്പാണ് വരുന്നത്. അപ്പോൾ അതിന് ഒരു വിധത്തിൽ ദൈവം അനുവദിച്ചു കൊടുത്തതിൻ്റെ കാരണം ഈ കാപഠ്യങ്ങളെല്ലാം മാറി നല്ലതും തിന്മയും വേർതിരിയണം. യേശു കർത്താവ് തന്നെ ലോകത്തിലിരിക്കുമ്പോൾ പറഞ്ഞ് കള പറിക്കണ്ട. ആ ഫീൽഡിൽ മുഴുവനും വയലിൻ മുഴുവനും നല്ല കതിരുള്ളപ്പോൾ തന്നെ അതിൻ്റെ മേളിൽ കവിട് അല്ലെങ്കിൽ കള ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. രണ്ടിനെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയത്തില്ല. ശരിയായി ഗ്രാഹ്യമില്ലാത്തവൻ പോയി പറിക്കുമ്പോൾ കളയുടെ കൂടെ അതിൻ്റെ മണിയും അല്ലെങ്കിൽ ഗോതമ്പ് മണിയും പറിക്കാൻ പാടില്ല. ഒരു മണി പോലും നഷ്ടപ്പെടരുത്. ഈ ലോയിലൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ കോർട്ടിൽ പറയാറുണ്ട്, 100 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കാൻ പാടില്ല. അപ്പം നിരപരാധിയായ ഒരു മനുഷ്യൻ്റെ വില എത്രത്തോളം പ്രാധാന്യമാണെന്ന് കോർട്ട് പോലും നിശ്ചയിച്ചിരിക്കുന്നൊരു കാര്യമാണ്. ഇതുപോലെ ലോകത്തിലെ രണ്ടും വളരട്ടെ ദൈവം പറഞ്ഞിരിക്കുകയാണ്. കളയും വളരട്ടെ, വിളയും വളരട്ടെ. കള ഏതാണ് വിള ഏതാണെന്ന് മനുഷ്യ സമൂഹം തന്നെ തിരിച്ചറിയുന്നൊരു കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രോത്സാഹനങ്ങളെല്ലാം കൊടുത്തെങ്കിൽ ഇന്ന് നമുക്കറിയാം, ഈ അടുത്ത കാലം സംഭവിച്ചിരിക്കുന്ന അമേരിക്കയിലെ ഒരു മഹാനായ വ്യക്തി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അമേരിക്കയുടെ മഹാനായ ഒരു മനുഷ്യൻ, അതായത് ചാർലി ക്രിക്ക് എന്ന് പറയുന്ന 31 വയസ്സുകാരൻ മരിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ മഹാനായ ഒരു മനുഷ്യൻ വിടവാങ്ങി. എങ്ങനെയാണ് അദ്ദേഹത്തെ മഹാനാക്കി മാറ്റിയത്? അദ്ദേഹം ഒരു പ്രോട്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു ഇവാഞ്ചലിക്കൽ കുടുംബത്തിൽ ജനിച്ചു വളർന്ന്, നല്ല ഭക്തിയുള്ളൊരു മാതാപിതാക്കന്മാർക്ക് ജനിച്ചു വളർന്ന്, സുവിശേഷത്തിൻ്റെയും ക്രിസ്ത്യാനിറ്റിയുടെയും ശരിയായ ആസ്വദിച്ച് അല്ലെങ്കിൽ അനുഭവിച്ച് ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഈ ക്രിക്ക്. അദ്ദേഹത്തിൻ്റെ 21-ാമത്തെ വയസ്സിൽ താൻ ഈ പറഞ്ഞ പോലെ വിവാഹം കഴിച്ചതിന് ശേഷം അമേരിക്കയിൽ ഒരു പ്രത്യേക പ്രസ്ഥാനത്തിലേക്ക് താനെ മാറ്റപ്പെടുകയുണ്ടായി. അതായത് തനിക്ക് മനസ്സിലായി, താനെ ഇല്ലിനോയ്സിലെല്ലാം ജനിച്ചു വളർന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ മനസ്സിൽ തോന്നി, ഈ അമേരിക്ക വളരെ നാശത്തിലേക്ക് പോവുകയാണ്. യൗവനക്കാരുടെ തൻ്റെ പ്രവർത്തനം ആരംഭിക്കുവാൻ താൻ തീരുമാനിച്ചു. യൗവനക്കാരെ സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഏകദേശം 10 വർഷക്കാലം അല്ലെങ്കിൽ 10-12 വർഷക്കാലം താൻ അതിനു വേണ്ടി അക്ഷീണ പരിശ്രമം ചെയ്തുകൊണ്ടേയിരുന്നു. 2012 ബരാക് ഒബാമ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന സമയത്തിൽ അവർ ചേർന്ന ടി പി എന്നുള്ള പേര് നമുക്ക് സുപരിചിതമാണല്ലേ, ടേണിംഗ് പോയിന്റ് USA എന്ന് പറയുന്നതായ
ഒരു പ്രസ്ഥാനം രൂപീകരിച്ചു. കാരണം തലമുറകളെ വീണ്ടെടുക്കണം. ബരാഖ് ഒബാമയുടെ കാലത്തിൽ അതിന് അനുമതി കൊടുത്തു. അങ്ങനെ ടേണിംഗ് പോയിൻ്റ് USA എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതൊരു ടേണിംഗ് പോയിൻ്റ്, ഒരു തിരിവ്. അതാണ് മാനസാന്തരം എന്ന് പറയുന്നതല്ലേ. അപ്പോൾ അമേരിക്കയെ തിരിച്ചു കൊണ്ടുവരണം, പ്രത്യേകിച്ച് യൗവനക്കാരെ തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി ഇദ്ദേഹം ക്യാമ്പസുകളിൽ ക്രൂസേഡുകളൊക്കെ ആരംഭിക്കാൻ തുടങ്ങി, ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും. അപ്പോൾ താനതിന് നിർദ്ദേശിച്ചുകൊണ്ടിരുന്നൊരു കാര്യം, എന്തിനു മരിക്കണം, എന്ത് നേടി, അവരെ ബോധവാന്മാരാക്കിക്കൊണ്ടേയിരുന്നു. നിങ്ങൾ എന്താ നേടിയത്? മയക്കുമരുന്ന്, പ്രീ സെക്സ്വൽ അല്ലെങ്കിൽ അബോർഷൻ, ഈ പറഞ്ഞ പോലെ ദാമ്പത്യ ജീവിതത്തിനെ ബഹിഷ്കരിക്കുക, അങ്ങനെ പലവിധമായ, അതുപോലെ തന്നെ ലേസിനെസ്, അല്ലെങ്കിൽ മടി, നമ്മൾ മടി എന്ന് പറയത്തില്ല. അപ്പോൾ ഇങ്ങനെ മനുഷ്യർ ഈ പറഞ്ഞ മൊബൈലിനും മറ്റു പലതിനും അഡിക്റ്റ് ആയിരുന്നുകൊണ്ട് ശരിയായ ആ ഒരു ശക്തി നഷ്ടപ്പെടുത്തി അലസന്മാരായി ജീവിച്ചുകൊണ്ട് പോകുന്നൊരു തലമുറയെ കണ്ടുകൊണ്ടാണ് നിങ്ങൾ എന്തിനിങ്ങനെ മരിക്കണം, എന്തിന് ജീവിക്കണമെന്നല്ല, എന്തിനു മരിക്കണം, ഈ ഒരു സന്ദേശം താൻ കൊടുക്കുവാൻ തുടങ്ങി. അപ്പോഴും പലരും അദ്ദേഹത്തെ ഏറ്റുകൊണ്ടില്ല. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഈ യൗവനക്കാർ ഇതിനെ മടുക്കാൻ തുടങ്ങി. ഇതെന്ത് ലാഭം? അപ്പം അതിന് വിചിന്തനം ചെയ്യാൻ തക്കൊണ്ട് ഈ മെസ്സേജുകൾ അവർക്ക് പ്രയോജനപ്പെട്ടു. ഇതെന്ത് ലാഭം? നമ്മൾ തന്നെയും സത്യം മനസ്സിലാക്കിയിരിക്കുന്ന ജനം അധാർമികമായ ഒരു തെറ്റ് ചെയ്താൽ എന്തുമാത്രം മനസ്സാക്ഷി കുത്ത് നമുക്കുണ്ടാവും നോക്കി. ചിലപ്പോൾ ചിന്തയിൽ വന്നാൽ പോലും നമ്മുടെ മനസ്സാക്ഷി കുത്തും. അങ്ങനെ സാത്താൻ ദുഷ്ടശക്തികൾ ഈ തലമുറകളെ നശിപ്പിച്ചുകൊണ്ട് ലോകം വീണ്ടും തൻ്റെ കസ്റ്റഡിയിലാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നടത്തിയ ഒരു വലിയ പ്രവർത്തനമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും അധികം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ സംഗതി മാറി. ഈ അടുത്ത സമയത്ത് നമുക്കറിയാം, ചാർലി ക്രിക്ക് മരിച്ചതിന് ശേഷം 10,000-കണക്കിന്, ഞാനത് കണ്ട് വളരെ രോമാഞ്ചം കൊണ്ടുപോയി. ആ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് രോമാഞ്ചമുണ്ട്. എൻ്റെ രോമങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ തോന്നുന്നു. നല്ല ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും തെരുവിലിറങ്ങിക്കൊണ്ട് ഈ ക്രിക്ക് ഞങ്ങൾക്കൊന്ന് കാണിച്ചെന്ന മാതൃക, ഈ വെളിച്ചം ഞങ്ങൾ ഇനി ലോകത്തിൽ പ്രചരിപ്പിക്കും. 10,000. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ എറിക് എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇവർ നമ്മൾ കണ്ടുമുട്ടി, അതിനുശേഷം വിവാഹിതരായി. തന്നെക്കാൾ 5 വയസ്സ് മൂത്തതാണ് ഈ എറിക് എന്ന് പറയുന്നത്. എറിക്ക് ക്രിക്കിനേക്കാൾ 5 വയസ്സ് മൂത്തതാണ്. പക്ഷേ അത് പണ്ട് നമുക്കറിയാം, അമേരിക്കയിലെ അനാഥകളെ എടുത്ത് ജോർജ് മുള്ളർ തൻ്റെ ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചതിന് ശേഷം തെരുവിൽ കിടന്ന അനാഥരായ പിള്ളേരെ എടുത്ത് വളർത്താൻ തുടങ്ങി. അങ്ങനെ അനാഥരായ പിള്ളേരെ എടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തിൽ താൻ വിവാഹം കഴിക്കാൻ മറന്നുപോയി. പക്ഷേ ദൈവം തന്നോട് സ്വപ്നത്തിൽ നീ വിവാഹം കഴിക്കണം. അങ്ങനെ വിവാഹം കഴിക്കാൻ താൻ പറഞ്ഞതിൻ്റെ കാരണം തനിക്ക് പ്രവൃത്തിയാണ് ആവശ്യം, ഒരു ലൈംഗിക ലോക ജീവിതത്തിലല്ല. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവന് ഏറ്റവും ഒരു കൂട്ടാളിയെ കൊടുക്കണം. അപ്പോൾ ജോർജ് മുള്ളർ ആദ്യമായിട്ട് വിവാഹം കഴിച്ചത് 15 വയസ്സിന് മൂത്തതായ ഒരു പെണ്ണിനെയാണ്. പക്ഷെ അവർ ഈ പറഞ്ഞ അനാഥാലയങ്ങൾ നടത്തിയും അനാഥ കുട്ടികളെ ലാളിക്കാനും പരിപാലിക്കാനും ഒക്കെ നല്ല അഭ്യസനമുള്ളൊരു സ്ത്രീയായിരുന്നു. അപ്പം വിവാഹം എന്ന് പറയുന്നത് വെറും ലൈംഗിക സന്തോഷത്തിന് വേണ്ടി മാത്രമല്ലല്ലോ. അങ്ങനെ അതിന് ശേഷം തനിക്ക് 65 വയസ്സുള്ളപ്പോൾ, അല്ലെങ്കിൽ ആ 60 വയസ്സിന് ശേഷം ഈ സ്ത്രീ മരിച്ചുപോയി. ചില സമയങ്ങൾക്ക് ശേഷം ദൈവം നീ വീണ്ടും വിവാഹം കഴിക്കണം. അങ്ങനെ ദൈവം കാണിച്ചു കൊടുത്തൊരു പെണ്ണിന് 45 വയസ്സ്. പക്ഷെ അവൾ സുവിശേഷകയായിരുന്നു. നോക്കണം, തൻ്റെ ഈ അനാഥാലയ പ്രവർത്തനങ്ങൾക്ക് ശേഷം രണ്ടാമതായി താൻ സുവിശേഷീകരണത്തിലേക്ക് ലോകം മുഴുവൻ അറിയിക്കണമെന്ന് ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. അപ്പോൾ അതിനേറ്റൊരു സ്ത്രീയാണ് അങ്ങോട്ട് അയച്ചത്. കല്യാണം കഴിച്ചു. രണ്ടാമത് കഴിച്ച സ്ത്രീ എന്ന് പറഞ്ഞത് 7 ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള പ്രാപ്തിയുള്ളവളായിരുന്നു. 7 ഭാഷകളിൽ, സ്പാനിഷ്, ജർമ്മൻ, അങ്ങനെ 7 ഭാഷ. അതിനുശേഷം ഏകദേശം 90-95 വയസ്സ് വരെയും മുള്ളർ ജീവിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഭാര്യ അതിന് ചേർന്ന് സുവിശേഷീകരണം നടത്തി അനേക ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആദായപ്പെടുത്തി. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ബുദ്ധിക്ക് മുകളിലാണ്. അപ്പോൾ ഈ പ്രായമുള്ള സ്ത്രീ, അല്ലെങ്കിൽ 5 വയസ്സ് പ്രായമുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചെങ്കിലും അവൾ ഭയങ്കര സുവിശേഷ ഒരു സാമർഥ്യമുള്ള, അല്ലെങ്കിൽ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയ ഒരു സ്ത്രീയായിരുന്നു.
അങ്ങനെ വിവാഹം കഴിച്ചു. ഇവർക്ക് 2 കുട്ടികളുണ്ട്. 3 വയസ്സുള്ള പെൺകുട്ടി, 1 വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട്. പക്ഷെ താൻ യേശുക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ പഠിപ്പിക്കാൻ തുടങ്ങി. യേശുവിനെയാണ് മനുഷ്യന് ആവശ്യം. അപ്പോൾ യൂണിവേഴ്സിറ്റികളിലൊക്കെയും ക്യാമ്പസ് ക്രൂസൈഡുകൾ നടത്തുന്ന സമയത്തിൽ ചെറുപ്പക്കാരല്ലോ അനേക ചോദ്യങ്ങൾ തൻ്റെ നേരെ ചോദിക്കുമായിരുന്നു. ആ ചോദ്യത്തിനെല്ലാം വളരെ വ്യക്തമായിട്ട് ആത്മാവിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് മറുപടി പറയണം ആ സമയത്ത് ലഭിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നോടുകൂടി പരിശുദ്ധാത്മാവ് ഇരുന്നുകൊണ്ട് ഈ യൗവനക്കാരുടെ മറുപടികളെല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു, ചില കുട്ടികൾ ചോദിച്ചു, യേശുക്രിസ്തു കരുണയുടെ പ്രതീകമല്ലേ? അങ്ങനെ കരുണ കാണിച്ചാൽ മതിയല്ലോ. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കാലത്തിൽ കാത്തലിക്സിലെ പോപ്പ് എപ്പോഴും കരുണയെക്കുറിച്ച്, യേശുവിൻ്റെ കരുണയെക്കുറിച്ച് വളരെ പ്രാധാന്യമായി പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യൻ. അപ്പോൾ കരുണയല്ലേ, അപ്പോൾ എല്ലാവരും കരുണ കാണിച്ച് ജീവിക്കുക. അപ്പോൾ ക്രിക്ക് പറഞ്ഞ് കരുണ മാത്രമല്ല, യേശുക്രിസ്തുവിൽ സത്യമാണ് അതിൽ പ്രാധാന്യമേറിയ, കരുണയോടൊപ്പം സത്യം. അതിന് താൻ തെളിയിച്ചു കൊടുത്തൊരു കാര്യമാണ്, പാപിനിയായ സ്ത്രീയോട് യേശുവിൻ്റെ കരുണയാണ് അവളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത്. അതാണ് നമ്മുടെ ഭാഷ പറഞ്ഞ കൃപ. പക്ഷെ കൃപയിൽ നിന്ന് വിടിവിക്കപ്പെട്ട ഒരാൾ നിലനിൽക്കണമെങ്കിൽ സത്യം ആവശ്യമാണ്. അപ്പോൾ ആ സത്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ചിലത് ചെലവഴിക്കേണ്ടി വരും, ചിലത് നഷ്ടപ്പെടുത്തേണ്ടി വരും. അവിടെയാണ് മനുഷ്യൻ തയ്യാറാകുന്നത്. കരുണ എല്ലാവർക്കും ഇഷ്ടം. പാപികളോട് കരുണ കാണിക്കുക, ശരി ക്ഷമിച്ചിരിക്കുന്നു, എല്ലാ തെറ്റ് ചെയ്തവരോട് ക്ഷമിച്ചിരിക്കുന്നു, അത് നല്ല കാര്യമല്ലേ? എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യം. പക്ഷേ അതുകൊണ്ട് ആകുന്നില്ല. അങ്ങനെ പാപം ചെയ്ത് ജീവിക്കുന്നവന് ശിക്ഷ മരണം തന്നെയാണ്, അല്ലെങ്കിൽ നിത്യ ശിക്ഷാവധിയുണ്ട്. അതുകൊണ്ടാണ് അത് സത്യത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ യേശുവിൻ്റെ പ്രാധാന്യമേറിയ സത്യം, ആ സത്യത്തെ പിൻപറ്റുമ്പോൾ നമുക്കറിയാം, സദൃശവാക്യം 23:23 വായിക്കുമ്പോൾ സത്യം വിൽക്കരുത്, വാങ്ങണം. വാങ്ങണം എന്ത് ചെയ്യണം? വില കൊടുക്കണം. ആ വില കൊടുക്കുന്നതിന് വേണ്ടിയാണ് പൗലോസ് പറയുന്നത്, ലാഭമായതെല്ലാം ഞാൻ ഛേദമെന്നുണ്ടെന്നു ക്രിസ്തുവിനെ നേടേണ്ടതിന്. അപ്പോൾ ക്രിസ്തു എന്ന് പറയുന്നത് വഴി, സത്യം, ജീവൻ. അപ്പോൾ കരുണാസമ്പന്നനായ ക്രിസ്തുവിൻ്റെ അതിപ്രാധാന്യമേറിയ വിഷയമാണ് ട്രൂത്ത്, സത്യം എന്ന് പറയുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു പറയുന്നു, നിങ്ങൾ സത്യത്തിൽ നടക്കുന്നുവെങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഞാൻ നിങ്ങളുടെ പറഞ്ഞ വചനം സത്യമാകും. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും. അവിടെ കൊണ്ട് അവസാനിക്കില്ല, അത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സത്യം നമ്മളിൽ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ പലതും ത്യജിക്കേണ്ടതായിട്ട് വരും. അതാണ് പാപിനിയായ സ്ത്രീയോട്. അപ്പം അതിൽ നമ്മൾ കാണുന്നത്, യഹൂദന്മാരോട് യേശു നിങ്ങൾ ഈ പാവമില്ലാത്തൊരു കല്ലെറിട്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസാക്ഷി കുത്തി കല്ലെറിഞ്ഞ് പോയെങ്കിൽ അവർക്ക് നഷ്ടമൊന്നും സംഭവിച്ചില്ല. പക്ഷേ ആ സ്ത്രീയോട് പറഞ്ഞു, മേലാൽ പാപം ചെയ്യരുത്, ഇനിമേൽ നോ മോർ സിൻ. ആ പാപം ചെയ്യുന്ന വാക്കിൽ തനിക്ക് ഒരുപാട് നഷ്ടം വരേണ്ടി വന്നു. താൻ അതുവരെയും സമ്പാദിച്ചുകൊണ്ട് തൻ്റെ തൊഴിൽ, ഈ തൊഴിൽ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടല്ലോ, ആസ്വാദനമായ തൊഴിലാണ്. അപ്പോൾ ആസ്വാദനമായ തൊഴിൽ, ആസ്വാദനം തനിക്ക് കിട്ടുകയും ചെയ്യും, പണം കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനെ ത്യജിക്കാൻ താൻ തയ്യാറായി. നോക്കണം. അപ്പോൾ സത്യത്തിലേക്ക് വരുമ്പോൾ നാം പലതും ത്യജിക്കേണ്ടതായിട്ട് വരും. അതാണ് ഈ പുതിയ തലമുറയ്ക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ദൈവത്തെ പിൻപറ്റുമ്പോൾ പലതും. കഴിഞ്ഞ ദിവസം ഒരു സാമർത്ഥ്യക്കാരൻ പറഞ്ഞ പോലെ ക്രിസ്ത്യാനികൾ വെറും പൊട്ടന്മാരാണ്. ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞൊരു കാര്യമാണ്, ക്രിസ്ത്യാനികൾ പൊട്ടന്മാരാണ്. എന്താ കാരണം? അവർ പാവങ്ങൾ, ഞങ്ങൾ പാപിയാണ്, 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 എപ്പോഴും പാപിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വർഗം എന്ന് പറയും. ഞാൻ പാപിയാണെന്ന് ഉണരുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത്. പത്രോസ് സമർത്ഥനായ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു, അവിടുത്തെ ഹെഡായിരുന്നു. പക്ഷേ താൻ തന്നെ വലിയൊരു സംഭവമാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്താണ് യേശു തൻ്റെ വീട്ടിലേക്ക് വന്നത്. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ അവിടെ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യൻ എന്നെ വിട്ടു പോകണം. നോക്കണം, ആ തിരിച്ചറിവാണ് മനുഷ്യൻ്റെ ജീവിത മൂല്യങ്ങളിലേക്കുള്ള കാൽവെപ്പ്, അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ്. അപ്പോൾ അമേരിക്കയിലെ ടേണിംഗ് പോയിന്റ് USA എന്ന് പറയുന്നത് 2012 അവർ ആരംഭിച്ചെങ്കിലും അത് പിന്നീട് ട്രംപിൻ്റെ കാലത്താണ് അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരാനിടയായി. ട്രംപ് ഈ പുതിയ 2ാമത്തെ ഇലക്ഷൻ വന്നപ്പോൾ താനൊരു വെച്ചില്ല, മാഘ എന്ന് പറയുന്നൊരു പ്രസ്ഥാനം, അതായത് മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അമേരിക്ക, അതാണ് മാഘ, മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അമേരിക്ക. അപ്പോൾ അമേരിക്ക എന്താ കുഴപ്പം? സ്വത്തില്ലേ, പണമില്ലേ, അല്ലെങ്കിൽ റെപ്യൂട്ടേഷനില്ലേ? അമേരിക്ക എന്താ കുഴപ്പം? പിന്നെന്തിനാ അമേരിക്കയെ വീണ്ടും മേക്ക് ചെയ്യുന്നത്? വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇതാ സകലവും പുതുതാക്കുന്നു. ആ പുതുതാക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് അമേരിക്ക കൊണ്ടുവരണമെങ്കിൽ
ഈ സമ്പത്തോ പ്രതാപമോ കണ്ടുപിടുത്തങ്ങളോ ഇലക്ട്രോണിക്സ് സംവിധാനങ്ങളോ അല്ലെ AI ഇതുകൊണ്ടൊന്നും പറ്റില്ല. അതിന് ക്രിസ്തുവാണ് ആവശ്യം മനസ്സിലായി. അതുകൊണ്ടാണ് ട്രംപിൻ്റെ അല്ലെങ്കിൽ പരസ്യത്തിലൊക്കെയും താൻ യേശു ക്രിസ്തുവിന് വളരെ പ്രാധാന്യം കൊടുത്തു. ഇതേപോലെ തന്നെ ഈ ക്രിക്കറ്റിനെ വെടിവെച്ചതുപോലെ തന്നെ വളരെ ഷാർപ്പ് പോയിൻ്റ് ഷൂട്ടർ ട്രംപിൻ്റെ കഴുത്തിനിട്ട് തന്നെ വെടിവെച്ചതാണ്. ജസ്റ്റ് താൻ അറിയാതെ കഴുത്തൊന്ന് തിരിച്ചു പോയി. 1 വർഷത്തിന് മുമ്പ്, കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് ഇതേപോലെ തന്നെ ഷാർപ്പ് ഷൂട്ടർ ഈ പെടലിയെ നോക്കി, കാരണം തലയിങ്ങനെ തിരിയാതിരിക്കുമ്പോൾ കറക്റ്റ് പോയിന്റ് കിട്ടും. ഇപ്പോഴാണെങ്കിൽ വളരെ ഡിജിറ്റൽ ഷാർപ്പ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങളുണ്ട്, അതിന് പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല. പക്ഷേ ട്രംപ് പെട്ടെന്ന് എന്ത് ചെയ്തു, എന്തോ ഒന്ന് തല തിരിഞ്ഞു പോയി, ചെവിയെ കൊണ്ടങ്ങ് മാറിപ്പോയി. അപ്പോൾ ട്രംപിനെ കൊണ്ട് ദൈവത്തിൻ്റെ ദേശമുണ്ട്, അതുകൊണ്ടല്ലേ. അപ്പോൾ ആ ട്രംപിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായ ഒരു മനുഷ്യനായിരുന്നു ഈ, വാസ്തവത്തിൽ ട്രംപിനെ കൂടിയും ഈ പറഞ്ഞ പോലെ ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അമേരിക്ക എന്നുള്ള പ്രസ്ഥാനം തന്നെ ഏറ്റവും പ്രാധാന്യമേറിയൊരു കാഴ്ചപ്പാട് കൊണ്ടുവന്നത് ഈ ചാർലി റിക്കാണ്. അപ്പോൾ അദ്ദേഹം കറുതീർന്ന ഒരു സുവിശേഷകനാണ്. യേശുക്രിസ്തുവിനെയാണ് താൻ എല്ലായിടത്തും പ്രസംഗിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണം. ഇത് ക്യാമ്പസ് തോറും താൻ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ പല എതിർപ്പുകളും പ്രയാസങ്ങളും വന്നെങ്കിലും അനേക ചെറുപ്പക്കാർക്ക് മനസ്സിലായി എന്തിനു മരിക്കണം. തൻ്റെ ഒരു ചോദ്യമായിരുന്നു, എന്തിനു നിങ്ങൾ മരിക്കണം? ഒരു ജീവിതമല്ലേ, അത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തി ആസ്വദിച്ച് സമാധാനമായി ജീവിക്കുവാനുള്ള വഴി യേശുക്രിസ്തുവിൻ്റെ മൂല്യങ്ങളാണ്, യേശുക്രിസ്തുവിൻ്റെ സത്യങ്ങളാണ്. ഇതേ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അത് അവർ ഏറ്റുകൊണ്ട്. കാരണം ഒന്നാമത് മടുത്തു. ചില പറയത്തില്ല, ഭക്ഷണം ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്നതിനായാലും കഴിച്ച് കുറേ കഴിയുമ്പോൾ മതി മടുത്തു എന്ന് പറയത്തില്ലേ. എന്ന് പറഞ്ഞ പോലെ അമേരിക്കൻ യൂറോപ്പിലെ യൗവനക്കാർ പാപത്തിൻ്റെ ആസക്തിയിൽ, കാരണം അവർക്ക് അഴിച്ചുവിട്ടൊരു സമയമുണ്ട്. 1962 മുതൽ ഈ പറഞ്ഞ കാലങ്ങൾ വരെയും പൂർണ്ണമായിട്ട് ഫ്രീഡം കൊടുത്തിരുന്നു. എന്ത് വേണമെങ്കിലും ചെയ്യാം, ഏത് അധാർമികതയിലും അവർക്ക് അവകാശം കൊടുത്തിരുന്നു. കാരണം കർത്താവ് പറഞ്ഞില്ലേ, വിശുദ്ധനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ അഴുക്കുള്ളവൻ. അപ്പം അതുകൊണ്ടാണ് ഞാൻ വിളയും കളയും രണ്ടും ഒരുപോലെ വളർന്നതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കഴിയുമ്പോൾ കള പറിച്ച് തീയിലിടും. ഒന്നുകിൽ പരിശുദ്ധാത്മാവെന്ന തീയാൽ അവരെ വിശുദ്ധീകരിക്കണം, അല്ല ജഡ്ജ്മെൻറ്റ് ന്യായവിധി പുറകെ വരാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാകുന്നത് കർത്താവിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ എല്ലാം നിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസാന ഘട്ടത്തിലാണ് നമ്മളിരിക്കുന്നത്. ഇനിയും ദൈവമക്കളായ നമ്മുടെ ബുദ്ധിയെ പ്രകാശിക്കുന്നില്ലെങ്കിൽ പിന്നെന്ത് പറയാനാണ്? ഇന്ന് പാപത്തിൻ്റെ വഴി തേടിപ്പോയ അനേക യൗവനക്കാർ സത്യത്തിലേക്ക് തിരിഞ്ഞു വരുന്ന ഈ കാലം ഞങ്ങൾക്ക് യേശുവിനെ വേണം, ഇല്ലയോ? ഈ ചാർലി ക്രിക്കിൻ്റെ ഒരു പ്രധാന പോയിൻ്റായിരുന്നു ഏൺ ഫോർ അമേരിക്ക, ഏൺ ഫോർ ജീസസ്. യേശുവിന് വേണ്ടി ഏൺ ചെയ്യുക, അമേരിക്കയ്ക്ക് വേണ്ടി ഏൺ ചെയ്യുക. അമേരിക്ക എങ്ങനെ ആയിരിക്കണം? ഈ ഗ്രേറ്റ് അമേരിക്ക, മേക്കിംഗ് അമേരിക്ക. എങ്ങനെ മേക്കിംഗ്? യേശു ക്രിസ്തുവിനോടുകൂടി. അതുകൊണ്ടാണ് ട്രംപിൻ്റെ പ്രസംഗത്തിലെല്ലാം യേശു എന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഈ ട്രംപിനെ പോലെ ഈ പ്രചോദനം കൊടുത്തിരുന്നത് ഈ ക്രിക്കാണ്. താനെ വളരെ സ്വാധീനമുള്ളതായ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഒരു പ്രാസംഗികനായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം പ്രകാരമാണ് JD വാൻസ് എന്ന് പറയുന്നത് വൈസ് പ്രസിഡൻറ്റിനെ തൻ്റെ ഈ പറഞ്ഞ ഈ മൂവ്മെൻറ്റിൽ നിന്ന്, ടേണിംഗ് പോയിൻ്റ് മൂവ്മെൻറ്റിൽ നിന്ന് താൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്ത ഒരു വൈസ് പ്രസിഡൻ്റാണ്. കഴിഞ്ഞ ദിവസം ഞാൻ JD വാൻസിൻ്റെ ഒരു പ്രസംഗം, ഇദ്ദേഹത്തിന് മരിച്ചതിന് ശേഷം ഒരു മെമ്മോറിയൽ സർവീസിൽ ഒരു പ്രസംഗിക്കുന്നത് കേട്ടു. എനിക്ക് തോന്നുന്നത് ആ മരിച്ചുപോയ ക്രിക്കിൻ്റെ ആവേശവും ശക്തിയും ആത്മാവും ഈ JD വാൻസ് അമേരിക്കൻ വൈസ് പ്രസിഡൻ്റ് ആയതുകൊണ്ട് കുറേ കൂടെ വളരെ ശക്തമായിട്ട് ഈ മെസ്സേജ് കൊടുക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞത്, ക്രിക്ക് മരിച്ചിട്ടില്ല, ക്രിക്കിൻ്റെ സന്ദേശങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു. യേശുക്രിസ്തു പകർന്നു കൊടുത്ത, ക്രിക്കിന് കൊടുത്ത ഈ സത്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്ന് 10,000ങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വാക്ക് കേൾക്കണോ? എറിക്കെന്ന് പറയുന്ന അവർ പറഞ്ഞു, ഇതൊരു വിഡോയുടെ, ഒരു വിധവയുടെ സത്യമാണ്. താനൊരു സത്യം ചെയ്തു, ഒരു ഉടമ്പടി ചെയ്തു. എന്താ? എൻ്റെ ഭർത്താവിനെ നീ കൊന്നു, പക്ഷെ നീ വെറും മണ്ടനാണ്. ഭർത്താവിനെ കൊന്ന ഒരു ക്രിസ്ത്യൻ സഹോദരനാണ് ട്രെയിലർ റോബിൻസൺ എന്ന് പറയുന്ന 21 വയസ്സുകാരൻ. അവനെ യൂട്ടാ വാലി അല്ലെങ്കിൽ സ്റ്റേറ്റിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്തിൽ
പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ പറഞ്ഞ പോലെ ഹോമോസെക്സ്വാലിറ്റി ഒരുപാട് പരിചയപ്പെട്ട് അവരും ജീവിക്കാൻ പോയി. പിന്നീട് അവനെ ശരിക്കും മനസ്സിലാകാതെ പോയി. അവൻ പോയിട്ട് ഈ ക്രിക്കിൻ്റെ ഈ പറഞ്ഞ കുടുംബജീവിതത്തിൽ ഈ സന്ദേശങ്ങൾ അവന് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയി. ക്രിക്ക് പറഞ്ഞെന്താ, നിങ്ങൾ ഇതിനെല്ലാം വിടുക. ഏതൊക്കെ? ഈ മയക്കുമരുന്ന്, പ്രീസെക്സ്വൽ അല്ലെങ്കിൽ ഹോമോസെക്സ്വാലിറ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞ അബോർഷൻ, അതുപോലെ ലേസിനെസ്, ഇതെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ ഊർജ്ജസ്വലതരായ ഒരു പുതിയ മനുഷ്യരായി തീർന്ന് അമേരിക്കയെ പണിയണം. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ഈ തെറ്റായ വഴികൾ കൂടെ പോകുന്നവർക്ക് ഇഷ്ടം വരത്തില്ലല്ലോ. അപ്പോൾ അന്ന് താൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലീവ് എടുത്ത് ഇറങ്ങിപ്പോയത് ഇവനെ തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടായിരുന്നിരിക്കും, അല്ലെങ്കിൽ ആ സംഘടനകൾ. ഇങ്ങനെ പല സംഘടന ഇവിടെ ഉണ്ട്. അങ്ങനെ പോയി ഇതെല്ലാം പഠിച്ചുകൊണ്ടാണ് താൻ ഇദ്ദേഹത്തെ യൂട്ടവാല യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ 150 അടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹോളിൻ്റെ 2 ഇരട്ടിയാണ് ദൂരെ നിന്ന് വെടിവെച്ച് പോകുന്നത്. പക്ഷേ അവനോട് ഭാര്യ പറഞ്ഞെന്നറിയും, എറിക്കെന്ന് പറഞ്ഞ അവൻ്റെ ഭാര്യ പറഞ്ഞത്, നീ മടയനാണ്, നീ ഒന്നും നേടിയിട്ടില്ല. എൻ്റെ ഭർത്താവ് യേശുവിനോട് ജീവിച്ച മനുഷ്യനാണ്, ഇന്നും യേശുവിനോട് വസിക്കുന്നു, നഷ്ടമല്ല. പക്ഷേ ഇന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുക. ആ പകർന്നു വന്ന അഗ്നി, എൻ്റെ ഭർത്താവ് മരിച്ചതോടുകൂടി ആ തീ എന്നിൽ ജ്വലിക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാത്താന്യ ശക്തിക്കെതിരായിട്ട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് ചെയ്തതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടുകൂടി എൻ്റെ ആയുസ് മുഴുവനും ഈ സത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആയിരങ്ങളെ 10,000-ങ്ങളെ ഞാൻ സത്യത്തിലേക്ക് വഴി നടത്തും എന്ന് ആ സ്ത്രീ പ്രഖ്യാപിച്ചിരിക്കുക. അതുമാത്രമല്ല, അവർ പറഞ്ഞാണ് യേശുവിനോട് ജീവിച്ചു, അവൻ യേശുവിനോട് പോയി, ഞങ്ങൾക്ക് നഷ്ടമില്ല, ഞങ്ങളും അത് തന്നെയാണ് പിൻപറ്റുന്നത്. നോക്കണം, എത്രയോ അർത്ഥവത്തായൊരു വാക്കുകൾ. അതുമാത്രമല്ല, ആ സ്ത്രീ പറഞ്ഞത് താൻ വെറും മണ്ടനായിട്ടല്ല, തനിക്കറിയാം തൻ്റെ ആയുസ് വളരെ കുറവാണ്, യേശുവിനെ പോലെ താനും വളരെ യങ്ങായി മരിക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യം, താൻ മരിക്കുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് ലീഡേഴ്സിനെ, തന്നെപ്പോലെയുള്ള ചുറിയുറപ്പുള്ള ലീഡേഴ്സിനെ ഉരുവാക്കി. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ തൻ്റെ കൂടെ സഹപ്രവർത്തകരായി പ്രവർത്തിച്ച JD വാൻസിനെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് നിർദ്ദേശം കൊടുത്തതും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചതും ഈ ക്രിക്കാണ്. അതുപോലെ തന്നെ താൻ ആയിരങ്ങളെ തൻ്റെ സ്ഥാനത്തേക്ക് യേശുക്രിസ്തു പോകുന്നതിന് മുമ്പേ തൻ്റെ അനുയായികളെ അതിനുവേണ്ടി ഒരുക്കിയെടുത്തതുപോലെ താൻ മരിക്കുമെന്നും തനിക്ക് ശേഷം ആയിരങ്ങൾ ആ ലീഡർഷിപ്പിലേക്ക് വരുമെന്നും. അതുകൊണ്ടാണ് അമേരിക്കയിലെ 50 സ്റ്റേറ്റ്, നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഒരു തെരുവിലിറങ്ങി എന്തോ ഒരു വലിയ ബോർഡുകൾ, പെൺകുട്ടികളും ആൺകുട്ടികളും, ജീസസ് സേവ്സ്, ടു അമേരിക്ക, ടു ജീസസ് ഡൈ ഫോർ us എന്നും പറഞ്ഞുള്ള നമ്മളെ ജാഥായി കൊണ്ടുപോകുന്ന വലിയ കട്ടൗട്ടർ എടുത്തുകൊണ്ട് നടക്കുക. അമേരിക്ക ഉണർന്നു കഴിഞ്ഞു. ഇനി അമേരിക്കയുടെ ഈ തീനാളത്തെ കെടുത്തുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. മാത്രമല്ല, എപ്പോഴും നമുക്കറിയാം പല കാര്യങ്ങളുടെയും ഉറവിടം അമേരിക്ക തന്നെയല്ലേ. അപ്പോൾ ലോകത്തിൽ ഉണർവിൻ്റെ കാലം അടുത്തു കഴിഞ്ഞു. അമേരിക്കയിൽ ഉണർന്ന ഈ യൗവനക്കാരുടെ സ്പിരിറ്റ് ഇന്ന് ലോകം മുഴുവൻ വ്യാപിക്കും. ഇത് കേരളത്തിൽ തന്നെ കണ്ടില്ലേ, വിശ്വാസം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ പോലും വിശ്വാസം ഏറ്റു പറയാൻ തുടങ്ങി. അവരറിഞ്ഞ വിശ്വാസം. നമ്മൾ മറ്റ് മതങ്ങളൊന്നും വിമർശിക്കാൻ പറയാനും വിശ്വാസത്തിനൊരു മാന്യതയുണ്ട്. ഏതൊരു മതത്തിൽപ്പെട്ടവൻ്റെയും വിശ്വാസം ദൈവം അംഗീകരിക്കുന്നുണ്ട്. പിന്നെ അറിവ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. ആ വിശ്വാസത്തോട് ചേർന്ന് അറിവും കൂടെ വന്നു കഴിയുമ്പോൾ, വിശ്വാസത്തോട് വീര്യത്തോട് അറിവിങ്ങനെ വന്നു കഴിയുമ്പോഴാണ് യഥാസ്ഥാനപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു മതവിശ്വാസി അവരുടേതായ രീതിയിൽ ദൈവത്തെ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നെങ്കിൽ ദൈവം ഒന്നല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം മനുഷ്യൻ ഉണ്ടാക്കിയതല്ലേ. ബാക്കി മനുഷ്യൻ്റെ കൈവിരുതാണെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്, ഉപനിഷത്തുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ പോയി നിങ്ങൾ അത് തെറ്റാ ഇത് തെറ്റാന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സത്യങ്ങൾ അവർ കൊടുക്കുക. വെളിച്ചം കൊടുക്കുമ്പോൾ ഇരുളൊക്കെ പൊയ്ക്കോളും. ഈ ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഈ അടുക്കളയിലൊക്കെ കയറുന്ന സമയത്ത്, ഇപ്പോഴത്തെ അടുക്കള എത്ര ഉണ്ടെന്ന് അറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ അടുക്കളയിൽ ചെല്ലുമ്പം രാത്രി 12 മണിക്ക് വെള്ളം കുടിക്കാൻ ലൈറ്റ് ഇട്ട് ചെല്ലുമ്പോൾ ഈ പാറ്റുകളെല്ലാം കൂടി ചാടി പോകുന്നതാണ്. വെളിച്ചത്തിന് നിൽക്കാനൊക്കത്തില്ല. അപ്പോൾ നമ്മൾ വെളിച്ചം പകർന്നാൽ മതി. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. അതാണ് അവർ ചെയ്തത്. അപ്പോൾ അനേക യൗവനക്കാരുടെ ജീവിതത്തിലേക്ക് അവർ ഒരു ഭാഗം മടുത്തു. അടുത്ത വഴി എന്താണെന്ന് അറിയാത്ത സമയത്തിൽ ദൈവം അവരെ എഴുന്നേൽപ്പിച്ച് ടേണിംഗ് പോയിന്റിലേക്ക് കൊണ്ടുവന്നു. ആ ടേണിംഗ് പോയിൻ്റാണ് നമുക്ക് ആവശ്യം. ഞാനൊരിക്കലൊരു മദ്രാസ് തമിഴ്നാട്ടിൽ വേല ചെയ്തുകൊണ്ട സമയത്ത്
പരിചയമില്ലാത്തൊരു സ്ഥലത്തൂടെ യാത്ര ചെയ്ത് ഒരു വീട്ടിൽ ചെന്ന് സുവിശേഷം അറിയിക്കുക. രണ്ടുപേരും അതിനുവേണ്ടി കാത്തിരിക്കുക. സുവിശേഷം കേൾക്കാനും പ്രാർത്ഥിക്കാനും 2 ഉദ്യോഗസ്ഥന്മാർ, ജോലിക്കാരാണ്, ഗവൺമെൻറ് ജോലിക്കാരാണ്. ഞാൻ വിചാരിച്ച് 1 മണിക്കൂറൊക്കെ ഇടപെട്ടിട്ട് പോരാന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് അവിടെ ചെന്ന് ഉച്ച മുതൽ അവരോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ആൾക്കാർ വരാൻ തുടങ്ങി. നോക്കണം, ഗ്രാമത്തിൽ നിന്ന് ആൾക്കാരിങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ 1 2 10 ഞാൻ ഇവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞ് രാത്രി 9 വരെയായി. നോക്കണം, രാത്രി 9 എനിക്ക് ഞാൻ നാഗപട്ടണത്തിൽ വേല ചെയ്യുന്ന സമയമാണ്. നാഗപട്ടണം, തിരുവാറൂർ, വേളാങ്കണ്ണി ഇതൊക്കെ നമ്മുടെ അന്നത്തെ ഏരിയയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതുപോലെ സുവിശേഷത്തിൻ്റെ വീര്യത്തിൽ മണി 9 അവർ പറഞ്ഞ് നാളെ പോകാം. അയ്യോ, ഞാൻ പറഞ്ഞ് തിരിച്ചു ചെല്ലണം. അങ്ങനെ പോകുന്ന സമയത്തിൽ ഒരു വഴി വന്നു, 2-3 വഴി, ഒരു ജംഗ്ഷൻ വന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഈ പറഞ്ഞ ആത്മാക്കൾ ഇത്രയും കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ ആത്മാവിൽ സന്തോഷിച്ച് പോവുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇടത്തോട്ടേക്ക് തിരിഞ്ഞു, വലത്തോട്ട് തിരിയുന്നുണ്ട്, ഇടത്തോട്ട് തിരിഞ്ഞു. നേരെ റോഡുണ്ട്. പെട്ടെന്ന് എൻ്റെ ബൈക്ക് അന്നൊരു സുവേഗയായിരുന്നു, അത് കേടായിപ്പോയി. പുതിയ സുവേഗയാണ്, പക്ഷേ പെട്ടെന്ന് നിശ്ചലമായിപ്പോയി. എന്ത് ചെയ്തിട്ട് ഞാനത് നോക്കിയിട്ട് സ്റ്റാർട്ടാകുന്നില്ല. രാത്രിയാവുന്നു. 1/2 മണിക്കൂറോളം ഞാനിവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിക്കും. പെട്ടെന്നൊരു മനുഷ്യൻ, പ്രതീക്ഷിക്കാത്ത നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ടൊരു മനുഷ്യൻ അതുവഴി വന്നു. എന്താ ഇങ്ങനെ നിൽക്കുന്നു ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നാഗപട്ടണം പോകാൻ വേണ്ടിയാണ്. അയ്യോ, അത് നാഗപട്ടണം പോകണമെങ്കിൽ വലത്തോട്ട് തിരിയണം, ഇത് ചുടുകാട്ടിലേക്ക് പോവുകയാണ്. നോക്കണം, ഇത് ചുടുകാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നാഗപട്ടണം വിശ്വാസ വീട്ടിൽ പോകണമെങ്കിൽ ഇങ്ങനെ പോകണം. വിശ്വാസ വീട്ടിൽ അവർക്ക് അറിയത്തില്ലല്ലോ. പ്രിയരെ, ഞാൻ ഈ മനുഷ്യനെ സംസാരിച്ചു, ഞാൻ വണ്ടി തിരിച്ചു സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് വണ്ടി ക്ലിയറായി. തിരിഞ്ഞു പോകുമ്പോൾ ആളെ കാണുന്നില്ല. അതൊരു ദൂതനായിരുന്നു. ഒരു ദൂതൻ തന്നെയായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. കാരണം പിന്നെയും വഴി കണക്കുമ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഈ മനുഷ്യനെ കണ്ടിട്ട് വരില്ല. ചിലപ്പോൾ ദൂതന്മാരുടെ മിനിസ്റ്ററി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഈ വേലയിലുണ്ടായിരുന്ന ഒരു ഉലഹന്നാൻ പാസ്റ്റർ അറിയാമല്ലോ. അദ്ദേഹം ഒരു പാസ്റ്ററുടെ മകനാണ്. കോട്ടയം കുഞ്ഞച്ചൻ പാസ്റ്ററുടെ മോനാണ്. അദ്ദേഹം ഈ ഫെയ്ത്തോലൊക്കെ യാക്കോബ എന്നൊക്കെ വന്നെങ്കിൽ ഇതിനോട് അത്ര താല്പര്യമൊന്നുമില്ലായിരുന്നു. പുള്ളി പാസ്റ്റർമാർ വണ്ടിയൊക്കെ ഓടിച്ച് വിദേശത്ത് പോകാൻ വേണ്ടി പാസ്പോർട്ടൊക്കെ എടുത്ത് അതിനുവേണ്ടി കാത്തിരിക്കുക. ആ സമയത്താണ് 1978 കോട്ടയം സെൻട്രൽ ഫെയ്ത്ത് ഹോമിൽ, അന്ന് കോട്ടയത്തെ വേല പിശാച് നാശമാക്കിക്കൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു ഒരു ഭാഗം. അപ്പോൾ അതിൽ പലരും ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ ഡോക്ടർ കല്യാണിക്കുട്ടി ഇങ്ങനെ പലരും പ്രാർത്ഥിക്കുന്ന സമയത്തിൽ ആ ലൈറ്റിൽ നിന്നൊരു വെളിച്ചം ഇറങ്ങിയിട്ട് റൗണ്ടിൽ ജീസസ് ഈസ് കമ്മിങ് സൂൺ, റിപ്പൻറ്റ് എന്ന് 3 പ്രാവശ്യം എഴുതി കാണിച്ചു. ഇത് കാണുകയും നോക്കണം, മരവിച്ചിരുന്നതായി മനുഷ്യർ ആത്മാവിൽ സന്തോഷിച്ച് ഉണർന്നവിടെ തൊട്ടടുത്തൊരു കാത്തലിക്സിലെ CMS ബസ്സിൻ്റെ ഓണറിൻ്റെ അമ്മ ഇത് കണ്ട് ബോധം കെട്ട് വീണു. തൊട്ട് മേളിലാണ് അവർ വീട്, നമ്മുടെ ഫെയ്ത്തോവിൻ്റെ തൊട്ട് മേളിലാണ്. അവരിങ്ങനെ പ്രാർത്ഥന സമയത്തൊക്കെ ഇതൊക്കെ കാണാൻ വന്നിരിക്കുമായിരുന്നു. ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഈ ഉലഹന്നാൻ പാസ്റ്റർ തൻ്റെ പാസ്പോർട്ടൊക്കെ വലിച്ചു കയറി, യേശുവേ എനിക്കിനി നീ മാത്രം മതി, നിൻ്റെ വില എന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച ഈ സമയത്ത് തന്നെയും പുള്ളിക്കാരൻ അതിന് മുമ്പ് ഒരു സ്വപ്നം കണ്ടായിരുന്നു. അത് പിന്നീട് ആ പുള്ളി പറയുന്നത്, ചേലച്ചോട് എന്ന് പറയുന്ന സ്ഥലത്ത് താനൊരു സെൻട്രൽ പാസ്റ്റർ കൊണ്ട് വരുന്ന സമയത്തിൽ പാസ്റ്ററുടെ മീറ്റിംഗ് സമയം നടക്കുന്ന സമയത്ത് ഇദ്ദേഹം വിചാരിച്ചു അന്ന്, അപ്പോൾ അവിടെ ഫോറസ്റ്റ് ഏരിയ ഉള്ള സമയമാണ്, കാട്ടിലേക്ക് പോകാൻ പറഞ്ഞ് നടന്നു പോയി അവസാനം വഴി തെറ്റിപ്പോയി. സന്ധ്യയായി, തിരിച്ചു വരാൻ വഴിയില്ല. ചെറിയൊരു കാടിൻ്റെ ജംഗ്ഷനിലൂടെ എത്തി. പുള്ളി കടന്ന് നിലവിളിക്കാൻ, ദൈവമേ വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി നിലവിളിക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു മനുഷ്യൻ, ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ട പോലെ നല്ല യോഗ്യനായൊരു മനുഷ്യൻ തൻ്റെ അടുത്ത് വന്നിട്ട് എന്താണെന്ന് ചോദിച്ചു. ശരി, ഞാൻ വഴി കാണിക്കാമെന്ന് പറഞ്ഞ് വഴി കാണിച്ച് അദ്ദേഹം പോരുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ കോട്ടയത്തെ സംഭവം. പിന്നീട് താൻ സുവിശേഷ വേല ചെയ്യുന്ന സമയത്തിൽ, വേലയ്ക്ക് വന്ന സമയത്തുള്ള ഒരു ദിവസം രാത്രിയിൽ ഇതേ വ്യക്തിയെ സ്വപ്നത്തിൽ കണ്ടു. ഈ കാട്ടിൽ നിന്ന് വഴിതിരിച്ചു വിട്ട ഈ മനുഷ്യനെ താൻ സ്വപ്നത്തിൽ കണ്ടു. എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് പുള്ളിക്ക് സംശയമായി. അന്ന് നീ കാട്ടിൽ വഴിതെപ്പി നടക്കുമ്പോൾ നിന്നെ ഞാനാണ് ഈ സ്ഥലത്ത്, യേശുവാന്ന് മനസ്സിലായി. നോക്കണം, അപ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് മനുഷ്യർക്ക് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരുപാട് ശാസിച്ചിട്ട് വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊരു ടേണിംഗ് പോയിന്റ്. എൻ്റെ 19ാമത്തെ വയസ്സിൽ എനിക്ക് ടേണിംഗ് പോയിന്റ് കിട്ടി. കൃത്യമായ ടേണിംഗ് പോയിന്റ് ആയതുകൊണ്ട്
ഈ വർഷങ്ങൾ അത്രയും ആ സത്യത്തിന് വേണ്ടി നിൽക്കാൻ കഴിയും. അപ്പോൾ അതുപോലൊരു ടേണിംഗ് പോയിന്റ് നമുക്ക് ആവശ്യമെങ്കിൽ മാത്രമേ മെയ്ക്ക് അമേരിക്കയല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് നിങ്ങൾ വയ്ക്കണം. ആ മെയ്ക്ക് ജോഷുവ എന്നോ ശങ്കരനെന്നോ നമ്പൂതിരിയെന്നോ പട്ടരെന്നോ എന്ത് വേണമെങ്കിലും വെച്ചു. അപ്പോൾ ആ മേക്കിംഗ് ന്യൂ മാൻ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലവും പുതുതാക്കുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയരെ. കാരണം മടുത്ത് മനുഷ്യൻ ഇല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ അത് ആവർത്തിച്ച്, അല്ലെങ്കിൽ നിങ്ങളായാലും ഞങ്ങളായാലും തെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സാക്ഷി ഇനി ഒരു കാലത്തും വേണ്ട കർത്താവേ, ഈ ചിന്ത വേണ്ട, ഈ പ്രവൃത്തി വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ പോലും പിന്നെ ഒരു ശക്തി നമ്മളെ ഫോഴ്സ് ചെയ്യുക. അതാണ് ലോകത്തിൽ വ്യാപരിക്കുന്ന സാത്താന്യ ശക്തികൾ, ഇൻസ്പിറേഷൻ ഓഫ് ദി ഡെവിൾ, ഈവിൾ. അപ്പോൾ ആ ടേണിംഗ് പോയിന്റിൽ അന്ന് ദൂതൻ എന്നോട് ആ ജംഗ്ഷൻ എന്ന് പറഞ്ഞ്, ഇത് ചുടുകാട്ടിലേക്ക് പോകുന്ന വഴി, ഇത് വിശ്വാസ വീട്ടിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഞാൻ വിശ്വാസ വീട്ടിൽ പോകുന്നതുകൊണ്ട് ഇന്നും സന്തോഷം. ചുടുകാട്ടിലാണ് പോയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല. ഇതുപോലെ ഇന്ന് ഈ രണ്ട് വ്യക്തികൾ, ആരാ? ഒന്ന് റോബിൻസൺ, ഇത് ട്രെയിലർ റോബിൻസൺ എന്ന് പറഞ്ഞൊരു ക്രിസ്തീയ സഹോദരൻ, തൻ്റെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്തിൽ 21-ാമത്തെ വയസ്സിൽ താൻ ഒരു സെമസ്റ്റർ നന്നായി അറ്റൻഡ് ചെയ്തതിനു ശേഷം ലീവ് എടുത്തു പോയതാണ്. ആ പോക്ക് പോയി ഏതോ തീവ്രവാദ ശക്തികൾ അല്ലെങ്കിൽ അന്ധകാര ശക്തികൾക്ക് അടിമപ്പെട്ട് ഈ മാർഗത്തെ അഴിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് താനെ തൻ്റെ കൂടെ നിന്ന സഹപ്രവർത്തകരുമായിട്ട് പ്രവർത്തിച്ച് അവസാനം ഈ ക്രിക്കിനെ കൊല ചെയ്യാൻ സാധിച്ചു. പക്ഷേ ക്രിക്കിനെ കൊല ചെയ്തപ്പോൾ ചില എട്ടുകാലികളുടെ, നമുക്കറിയാം എട്ടുകാലിയുടെ ആ വെബ്സൈറ്റ് ഉണ്ടല്ലോ, അത് പൊട്ടിച്ചു കഴിയുമ്പോൾ ആയിരക്കണക്കിന് എട്ടുകാലി കുഞ്ഞുങ്ങൾ ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെയാണ് ഇവൻ വാസ്തവത്തിൽ ചെയ്ത, ഒരു പക്ഷത്തിൽ യൂദാ കാണിച്ച പോലെ നന്മയാണ് ചെയ്തത്. തന്നെ പരലോകത്തിലേക്ക് വിടുകയും തന്നിൽ നിന്ന് ആയിരങ്ങൾ സ്പ്രെഡാകുകയും ചെയ്തിട്ടുണ്ട്. യെരൂശലേമിലെ സഭയ്ക്കൊരു ഉപദ്രവം ഉണ്ടായത് കാണുന്നുണ്ടല്ലോ. ശൗലെന്ന് പറയുന്നവൻ ഈ പറഞ്ഞ പോലെ പലരെയും കൊന്നൊടുക്കി, സ്തെഫാനസിനെ കൊന്നൊടുക്കി. സ്തെഫാനസിനെ കൊല്ലാൻ കൂട്ടുന്ന ആരാ? ശൗലാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, എന്താ ശരി, അവൻ പോയെന്നാൽ നീ ആ സ്ഥാനത്ത് വന്നേക്കാൻ പറഞ്ഞു. ആ ശൗലിനെ കൊണ്ട് എത്രയോ വലിയ അത്ഭുതങ്ങളാണ് ദൈവം ചെയ്തത് എന്ന് പറഞ്ഞ പോലെ ഈ റോബിൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ ആത്മഹത്യ ചെയ്യാൻ വളരെ സജീവമായ പരിശ്രമം ചെയ്തെങ്കിലും അതെല്ലാം ഗവൺമെൻറ് തടസ്സം ചെയ്തിരിക്കുകയാണ്. അവനെ അവൻ്റെ അപ്പനാണ് പറഞ്ഞത്, ഇതാ എൻ്റെ മകൻ ആണ് കൊന്നത്, അവനെ പിടിച്ചുകൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. സ്വന്തം അപ്പൻ. കാരണം അവൻ നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ആ റോബിൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ ജയിലിൽ നിന്ന് വരുമ്പോൾ പണ്ട് മദ്രാസിലെ മോൻ വന്നതുപോലെ ഒരു അത്ഭുത വിഷയമായിട്ട് അവൻ മാറും. എന്താണ് എൻ്റെ വിശ്വാസം? അതിനോട് പ്രാർത്ഥിക്കണം നമ്മൾ. സാത്താൻ അവനെ ജയിലിൽ ഇല്ലാതാക്കരുത്. ആത്മഹത്യയ്ക്കോ മറ്റു ദുഷ്പ്രേരണയ്ക്കോ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടാളികളൊന്നും അവനെ കൊല്ലാൻ ഇടയാകാതിരിക്കാനും അവനോട് യേശുവിനെ കാണും, ഉറപ്പാണ്. കാരണം അവൻ്റെ നിഷ്കളങ്ക മനസ്സിൽ നിന്നാണ് ഈ പാപത്തിൻ്റെ ശക്തി അവനെ വിളിച്ചിട്ട് പോയത്. അപ്പോൾ അവൻ്റെ പേര് ട്രെയിലർ റോബിൻസൺ എന്ന് പറഞ്ഞ്, ട്രെയിലർ റോബിൻസൺ. അവനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇത് പറയുമ്പോൾ തന്നെ പ്രിയരെ, നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ശുദ്ധീകരിക്കണം. വേണ്ടാത്ത ചിന്തകളും ഈ ആവശ്യമില്ലാത്ത സ്പർദ്ധകളും എല്ലാം വലിച്ചു കളഞ്ഞിട്ട് ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ നമ്മളോട് തീരുമാനം. അവരെ പ്രസംഗം കേട്ടുകൊണ്ടാകുന്നില്ല. അതിന് പ്രാർത്ഥിക്കണം. കർത്താവേ, റോബിൻസിനെ മാനസാന്തരപ്പെടുത്തുക, എന്നെ ഒന്ന് മാനസാന്തരപ്പെടുത്തിയെടുക്കണം. ഞാനൊരു നല്ല മനുഷ്യനായി തീരട്ടെ. ചുമ്മാ ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് ഇത് കേൾക്കുകയും കാണുകയും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്ന് പ്രാർത്ഥിയില്ലേ. അപ്പോൾ ദൈവം ഒരു അവസരം തരും. ആ അവസരം വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ലോകത്തോട് നിങ്ങൾ നശിക്കും. അപ്പോൾ ഈ ടേണിംഗ് പോയിന്റ് ചുടുകാട്ടിലേക്കോ വിശ്വാസ വീട്ടിലേക്കോ എന്ന് പറഞ്ഞ പോലെ കർത്താവ് പറഞ്ഞു, നാശത്തിലേക്ക് പോകുന്ന വഴി എങ്ങനെയുള്ളതാ? വീതിയുള്ളതും വിശാലമായതും. ദൈവരാജ്യത്തിലേക്ക് പോകുന്ന ഇടുക്കമായ വഴിയാണ്. ആ ഇടുങ്ങിയ വഴിയിൽ കൂടെ പോകുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ഈ ടേണിംഗ് പോയിന്റിലേക്ക് വരുമ്പോൾ നമ്മളെങ്ങനെ ആയിത്തീരും? ആത്മാവിലാകും. നമ്മൾ ആത്മീയ മനുഷ്യരായിത്തീരുമ്പോൾ ഏത് ഇടുങ്ങിയ വഴിയിൽ കൂടെ പോകാനും ഈസി ആയിട്ട് നമുക്ക് പോകാൻ കഴിയും. അതാണ് ബലത്തിനുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴി 84-ാം സങ്കീർത്തനക്കാരൻ പറയുന്നല്ലേ, കണ്ണുനീർ താഴ്വരയിൽ കൂടെ നടക്കുമ്പോൾ അത് വാല്യൂ ഓഫ് ബ്ലെസ്സിങ്സ് ആയി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾ ആഗ്രഹിക്കണം. നിങ്ങൾ പെന്തിക്കോസുകാരെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിലർ എത്ര കാലം കഴിഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിനൊരു മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദുരാഗ്രഹവും ലാഭമൊക്കെ ഉള്ള അതുകൊണ്ട് നടക്കുക പലതും. ഇപ്പോൾ കള്ളം പറയും, വേണ്ടാത്തതിനെല്ലാം കൂട്ടിക്കുകയും ചെയ്യുന്ന പെന്തിക്കോസുകാരുണ്ട്. അങ്ങനെ പോരുത്. അത് നിങ്ങൾക്ക് നഷ്ടം. നിങ്ങളുടെ സന്തതികളോട് നശിച്ചു പോകും. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കുറേ കാശുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ മാതൃക കാണിച്ചു കൊടുക്കണം, നല്ല മാതൃക. ഈ ചാർലി എറിക്കിൻ്റെ പിതാവും മാതാവും നല്ല മാതൃകാപരമായ പെന്തിക്കോസുകാരായിരുന്നു.
ഇവാഞ്ചലിക്കാരായിരുന്നു. അവർ മാതൃകയായി ജീവിച്ചതുകൊണ്ടാണ് അതിൽ നിന്ന് അവന് ഈ സന്ദേശം. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, നിങ്ങളൊരു കുടുംബജീവിതം ചെയ്യും. അവൻ്റെ മറ്റൊരു സന്ദേശമായിരുന്നു, അമേരിക്കയിലെ യൗവനക്കാർ നിങ്ങൾ വിവാഹം ചെയ്തൊരു കുടുംബം ഉണ്ടാക്കേ. ഇങ്ങനെ ലിവിങ് ടുഗദർ പറഞ്ഞ് പാപം ചെയ്ത് എത്ര കാലം ജീവിക്കും, എന്താ ലാഭം? അതേസമയം ദൈവം സൃഷ്ടിച്ച തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന പോലെ നിങ്ങൾ വിവാഹം കഴിക്കണം. താൻ പറയുന്നത്, ആണുങ്ങൾ നല്ല ജോലിയിൽ പ്രവേശിക്കണം. അമേരിക്കൻ ഗവൺമെൻറ് നിങ്ങൾക്ക് നല്ല ശമ്പളം തരാൻ തക്കവണ്ണം നല്ല ജോലിയിലേക്ക് നിങ്ങളെ ഡെവലപ്പ് ചെയ്യാനാണ് ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ നമുക്കറിയാം ഈ ടെക്നിക്കൽ സൈഡിലുള്ള ആളുകളെ ഇനിമേൽ അവിടെ ചെയ്യണമെങ്കിൽ $1,00,000 കൊടുത്തെങ്കിൽ അവിടെ പ്രവേശിക്കാൻ ഒക്കത്തുള്ളൂ. അത് ട്രംപ് കാണിച്ചൊരു അനീതിയായിട്ട് നമുക്ക് തോന്നിയാലും അനീതിയുടെ ഭാഗമല്ലത്. അമേരിക്ക അവരാഗ്രഹിക്കുന്ന മേക്കിംഗ് അമേരിക്കയായി മാറ്റുവാൻ വേണ്ടി അവിടെയുള്ള ജനങ്ങളെ, ആണുങ്ങളെ, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് നല്ല സാലറി കൊടുത്ത് വെൽ സെറ്റപ്പിലേക്ക് കൊണ്ടുവരും. എന്തിനാണെന്നറിയാമോ? ഈ ക്രിക്ക് പറഞ്ഞ പോലെ നിങ്ങൾ വിവാഹം കഴിക്കേ. വിവാഹം കഴിച്ച സ്ത്രീകൾ ചുമ്മാ ഇങ്ങനെ അലിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അതിനല്ല നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയുന്ന സ്ത്രീകൾ പലയിടത്തും പോയി അടിമകളായി ജീവിക്കുകയല്ലേ. ഒരു ഓഫീസിൽ ചെന്നാൽ മാനേജർക്ക് അടിമയാകണ്ടേ? ന്യായം പറയാൻ ഒക്കുമോ? പലരും അറിയാതായാലും തങ്ങളുടെ ജീവിതത്തെ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പള്ളും ചീറ്റും. ഇനി അവരുടെ ഇഷ്ടത്തിനും നിന്നില്ലെങ്കിൽ അവരെങ്ങനെയെങ്കിലും ഒതുക്കാൻ നോക്കും. അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കണം. താല്പര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ കമ്പനിയുടെ തെറ്റായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അയാളുടെ തെറ്റായ കാര്യങ്ങൾക്ക്. ഇങ്ങനെ എത്രയോ സ്ത്രീകൾ എനിക്കറിയാം, രാവിലെ പോയി ട്രെയിൻ കയറി എത്രയോ കിലോമീറ്റർ പോയി അലഞ്ഞു തിരിഞ്ഞ് രാത്രി വീട്ടിൽ വരുമ്പോൾ ശരിയായി കുടുംബത്തെ നോക്കാൻ വയ്യ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റത്തില്ല. ഇന്ന് കണ്ടിട്ടില്ലേ, എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ ഈ കുഞ്ഞിനെ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് വല്യപ്പൻ്റെ അടുത്ത് വിട്ടുപോയി. ഞാൻ പറഞ്ഞു പോരെന്ന് പറഞ്ഞു. നീ ജോലി ചെയ്തില്ലെങ്കിലും നിൻ്റെ കുഞ്ഞിനെ വളർത്ത്. അവസാനം നീ ജോലി ചെയ്ത് കാശുണ്ടാക്കി വിടുമ്പോൾ കുഞ്ഞ് പരിപാടിയിലായി പോകും. അതവളെ സ്വീകരിച്ചു കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അമേരിക്കയിലെ പെൺകുട്ടികൾ, നിങ്ങൾ കുടുംബജീവിതം ചെയ്യും. ഉദ്യോഗമല്ല പ്രധാനം. ഉദ്യോഗം ആണുങ്ങൾ ചെയ്യട്ടെ. ആണുങ്ങൾ ഗ്രേഡുള്ള ആണുങ്ങളായിട്ട് മാറട്ടെ. ഞങ്ങളുടെ ഗവൺമെൻറ് നിങ്ങൾക്ക് നല്ല ശമ്പളം തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളുള്ളവർ ഇനിമേൽ അവിടെ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ $1,00,000. അതിൻ്റെ അർത്ഥം എന്താ? ക്വാളിറ്റിയുള്ള ആളുകളോട് ചെന്നാൽ മതി. ചുമ്മാ കാണുന്നെല്ലാം പോയി അമേരിക്ക കയറി അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് കയറി അവർക്ക് ആപ്പ് വെക്കാൻ പോകണമെന്നതിൻ്റെ അർത്ഥം. അത് തെറ്റല്ല. നമുക്കൊരുപക്ഷെ കേരളക്കാർക്ക് തോന്നും ഇത് അന്യായമാണ്. ഒരിക്കലും അന്യായമല്ല, എൻ്റെ ഭാഷയിൽ പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഗ്രേഡുള്ളവരായി തീരാൻ ആഗ്രഹിക്കും. ഇത് എന്തെങ്കിലും പറഞ്ഞ് അവിടെ പോയി ഒരു ജോലി ചെയ്ത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരായി മാറരുത്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാട്, മേക്കിംഗ് അമേരിക്കയിലെ സ്ത്രീകൾ വീടുകളിലിരുന്നു കൊണ്ട് കുടുംബം ഭരിക്കണം. അതൊരു ജോലിയല്ലേ. ഹൗസ് വൈഫ് അത് വല്ലവൻ്റെ വീട്ടിൽ പോയി ജോലി ചെയ്തിട്ട് കിട്ടുന്ന നക്കാപ്പിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശമ്പളം വാങ്ങിച്ച് ക്യാരക്ടറും കളഞ്ഞ് സ്വഭാവം കളഞ്ഞ് പോകേണ്ട ആവശ്യം എന്താ ലാഭം? അങ്ങനെയുള്ള സ്ത്രീകൾ മക്കളെ വളർത്തിയാൽ ശരി വരുമോ? മാതൃകയായ അമ്മമാരെ കണ്ടാണ് മക്കൾ വളരുന്നത്. അപ്പന്മാർ പലയിടത്തും പിഴയായിരുന്നെങ്കിലും നിങ്ങളുടെയൊക്കെ നാട്ടിൽ ക്രിസ്തീയ കുടുംബങ്ങളിൽ പല കുടുംബങ്ങളിലും അപ്പന്മാർ വെള്ളം അടിച്ചിങ്ങനെ അലക്ഷ്യമായിട്ട് നടക്കുമ്പോൾ അവിടുത്തെ അമ്മമാർ, എല്ലാവരും കാര്യമല്ല, നല്ല ശതമാനം പ്രാർത്ഥനയിലും പള്ളിഭക്തിയിലും ദൈവഭയത്തിലും വളർന്നതുകൊണ്ട് ഈ ചില മൂരാഴ്ചകളായ ഭർത്താക്കന്മാർ വന്ന് വീട്ടിൽ വന്ന് ചവിട്ടും തൊഴിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അവർ വീണ്ടും സന്തോഷത്തോടെ ഭർത്താവിന് വേണ്ട കടമകൾ ചെയ്ത് എത്രയോ കുടുംബങ്ങൾ എനിക്കറിയാം. അങ്ങനെ വന്നവരുടെ സന്തതികൾ ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റിനെ പോലെ നല്ല ശ്രേഷ്ഠരായി മാറിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ പൊതുവെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഇവിടെ നടന്ന് ജോലി ചെയ്ത് ജീവിതത്തെ പാഴാക്കാതെ നിങ്ങൾ കുടുംബജീവിതം ചെയ്യും. ഭർത്താക്കന്മാർ നല്ലോണം ഏൺ ചെയ്യണം, ന്യായമായ ജീവിതം. അങ്ങനെ ഒരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ട് കൂടി ജീവിക്കുമ്പോൾ ഉള്ളത് മതി. എന്തിനാവശ്യം? 2-3 ഡ്രസ്സുണ്ട്, ധാരാളം മതി. ആരെ കാണിക്കാനാണ്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചാക്കോ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അവിടെ കുറേ ചങ്ങനാശ്ശേരിയുടെ ആ ഭാഗത്തുനിന്ന് ഒരു 10-12 സാറന്മാർ, നല്ല സൂപ്പർ സ്റ്റാർമാരായിരുന്നു. ഹൈസ്കൂൾ ആരംഭിച്ച സമയമാണ്. അന്ന് 98% വരെ SLCക്ക് വിജയം ഉണ്ടായിരുന്നു. അതുപോലെ ഇവർ വളരെ ആത്മാർത്ഥമായിട്ട് അവർ ജോലി ചെയ്ത സാറന്മാരാണ്. അത് മിക്കവാറും എല്ലാ സമ്പന്നന്മാരും ഉണ്ട് കേട്ടോ. സമ്പന്നന്മാരുണ്ട്. ഒരു ജോലിയിൽ ഒരു വളരെ കമ്മിറ്റഡ് ആയിരുന്നു. പക്ഷേ ചാക്കോ സാറെന്ന് ഒരു മലയാള സാറുണ്ടായിരുന്നു. പുള്ളി വെള്ള മാത്രമേ എടുത്തുള്ളൂ, വെള്ള ഡ്രസ്സ്. അപ്പോൾ എല്ലാവരും ഇത് ഒരു സെമിനാരിൽ പോയ ആളാണോ, അച്ഛനാകാൻ പോയെന്നൊക്കെ ചോദിച്ചു ഞങ്ങളിങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാനെന്ന സ്കൂൾ മോണിറ്ററാണ്. അപ്പോൾ എനിക്ക് കുറേ കൂടെ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ചോദിച്ചു, സാറേ എന്താ? എടാ അതൊരു രഹസ്യം, നീ ആരോടും പറയണ്ട. ഞങ്ങൾ വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. എൻ്റെ ശമ്പളം കൊണ്ട് വേണം വീട്ടെല്ലാം കഴിയാൻ. അപ്പം ഞാൻ ഈ ജോബ് സാറിനെ പോലും വർക്ക് സാറിനെ പോലെ എന്നും ടെർലിൻ ഷർട്ടുമൊക്കെ മാറി മാറി ഇട്ടാൻ വന്നാൽ വീട് പുലർത്താൻ ഒക്കത്തില്ല.
അപ്പോൾ വെള്ളയാകുമ്പോൾ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും എനിക്ക് എത്ര ഡ്രസ്സുണ്ടെന്ന് അല്ലെങ്കിൽ നിങ്ങൾ കണക്കൂട്ടി പറയും. ജോബ് സാറിന് 7, മാത്യു സാറിന് 10, പിന്നെ മറ്റേ സാറിന് ഇത്ര ഡ്രസ്സുണ്ടെന്ന് നിങ്ങൾ ഉടനെ കണക്കൂട്ടി പറയും. പക്ഷേ ഇത് എണ്ണാനൊക്കത്തില്ലല്ലോ, 3 എണ്ണം മതി വെള്ളയായതുകൊണ്ട്. അപ്പോൾ നോക്കണം, അതുകൊണ്ട് തന്നെ ദോഷം. മാന്യമായ ഡ്രസ്സ് വെള്ള ധരിക്കാൻ വേദോസ്തം പറയുന്നുണ്ടല്ലോ അല്ലേ. ശലോമോൻ പറയുന്നു നിങ്ങളുടെ വസ്ത്രം വെള്ളയായിരിക്കട്ടെ. അതിന് ആത്മീയാർത്ഥം വേറെ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു എന്തിനാ ഇതിന് മാത്രം വലിച്ചു വാരി കൊടുക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു വെളിയിൽ നിന്ന് ഒരു പാർട്ടി വന്നു. അവർക്ക് 3 അലമാരി നിറച്ച് ഇങ്ങനെ വെച്ചിരിക്കുക. 2-3 അലമാരിക്കകത്ത് നിറച്ച് ഡ്രസ്സ് ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് ആർക്കെങ്കിലും കൊടുക്കണ്ട, അതുമില്ല. എന്നോട് പറയാം, അച്ഛായ വലിയ അലമാരി കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു. ഇവിടെ അങ്ങനെ കട്ടപ്പനയിൽ പോയി 3 ഡോറുള്ള അലമാരി. ഞാൻ എന്തിനാ? ഡ്രസ്സ് വെക്കാനാണെന്ന്. നീ എന്നാണ് വട്ടനാണോ എന്ന് ചോദിച്ചു. നിനക്കെന്നെ പ്രാന്തുണ്ടെന്ന്. അത് ഭാര്യ ഭയങ്കര നിർബന്ധമാണ്. സമുദായക്ക് പണ്ടൊക്കെ ആകുമ്പോൾ 2 പൂട് കൊടുക്കാൻ പറയും. ഇപ്പോൾ നമുക്ക് പറയാനൊക്കത്തില്ലല്ലോ. ഇതാണ് 2 എണ്ണം ശരിക്കും കൊടുത്താൽ ക്ലിയർ ആവുമെന്ന് പണ്ട് കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ അനാവശ്യം കാണിക്കുന്നതിനൊക്കെ. അപ്പോൾ അത് പറ്റത്തില്ലല്ലോ. എന്നിട്ട് പോകാൻ നേരത്തെ കണ്ട് ഇവിടുന്ന് കുറേ തുണിയോട് വായിച്ചുകൊണ്ട് പോയിരിക്കുക. എന്നാ വട്ടറാണ് ഇതൊക്കെ? നിനക്ക് ബോധമുണ്ട് ഇതിനൊക്കെ? ആരെ കാണിക്കാനാണ്? പിള്ളേർ വളർന്ന് 10-16 വയസ്സായിട്ടും എവർക്കതുകൊണ്ട് ഇപ്പോഴും അതിൻ്റെയൊക്കെ ആത്മാവ് വരുന്നത് നാട്ടുകാരെ കാണിക്കാൻ. അത് സൂക്ഷിച്ചോണം. നാട്ടുകാരെ കാണിക്കാൻ ഒരുങ്ങുന്ന സ്ത്രീകളെ വിശ്വസിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ മുമ്പിൽ നിങ്ങൾ നല്ല ഡ്രസ്സ് ഇട്ടെടുക്കും. അതും ഇല്ലാത്ത കരിയും തേച്ച് വീട്ടിൽ കിടക്കുമ്പോൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ഭയങ്കര ഡ്രസ്സ്. ആരെ കാണിക്കാനാണ്? അതൊരു മറ്റേ ആത്മാവാണ്, ലോകത്തിൻ്റെ ആത്മാവാണ്. അങ്ങനെയുള്ള സ്ത്രീകളെ സൂക്ഷിച്ചോണം. വലിയ അപകടകാരികളാണ് ഇതൊക്കെ. ഇവിടെ സിമ്പിൾ ലൈഫ്. നമ്മളാണ് യഥാർത്ഥ ബ്രാഹ്മണ നിയമം, നമ്മളാണ് യഥാർത്ഥ യഹൂദർ. ഇതിൻ്റെ 2 അർത്ഥം എന്താ? ഉയർന്ന ജീവിതം ചെയ്യുന്നവരും പിന്നെ എളിമത്ത, ഉയർന്ന കാഴ്ചപ്പാടും ഉയർന്ന ചിന്താഗതിയും പിന്നെ എളിമത്ത ജീവിതം ചെയ്യുന്നവനാണ്. ഒരിക്കൽ ബ്രാഹ്മണൻ്റെ ഡെഫിനേഷൻ ചോദിച്ച് 3 കാര്യങ്ങൾ അയാൾ പറഞ്ഞു. ഒരു ബ്രാഹ്മണൻ എന്നോട് പറഞ്ഞ, ഞാൻ കുംഭകോണത്ത് വെച്ച് ഒരു കല്യാണത്തിന് ഒരു ബ്രാഹ്മണനെ ഒരു ഉദ്യോഗസ്ഥനെ പരിചയപ്പെട്ടു. ഇത് എന്നെ കണ്ടു എൻ്റെ അടുത്ത് വന്ന് ബൈബിളൊക്കെ എന്നോട് പറഞ്ഞു 14 പ്രാവശ്യം ഞാൻ ബൈബിൾ വായിച്ചെന്ന് പറഞ്ഞു. എനിക്ക് യേശു ക്രിസ്തുവിന് വിശ്വാസം ഇഷ്ടമാണ്. ഞാൻ ചിന്ത അതല്ലേ ഈ സിംപ്ലിസിറ്റി. യേശുവിൽ നിന്നാണ് ഞാൻ ഈ സിംപ്ലിസിറ്റി പഠിച്ചത്. യേശുവിനെ ഞാൻ ദൈവമായിട്ട് സ്വീകരിക്കുന്ന ആളാണ്. 14 പ്രാവശ്യം. ഞാനൊരു ബ്രാഹ്മണൻ കൂടിയായിരുന്നു, നമ്പൂതിരി കുടുംബത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ചിന്ത സാറേ നമ്പൂതിരിയുടെ ബ്രാഹ്മണൻ്റെ അർത്ഥം എന്താ? അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് 3 കാര്യങ്ങൾ. ഒന്ന്, ബ്രഹ്മത്തെ അറിഞ്ഞവനായിരിക്കണം. യഥാർത്ഥ ദൈവത്തെ അറിയുന്നവനാണ് ആര്? ബ്രാഹ്മണൻ. അപ്പോൾ നിങ്ങൾ യഥാർത്ഥ ദൈവത്തെ അറിഞ്ഞവനല്ലേ? നാം ആരാധിക്കുന്ന കല്ലിനെയോ മഡിനെയോ ക്ലയോ അല്ലല്ലോ, അല്ലെങ്കിൽ വുഡിനെയോ അല്ലല്ലോ. അവർ ഗോഡ് ഈസ് നോട്ട് മഡ് ആൻഡ് വുഡ്, ലിവിങ് ഗോഡ് ബൈ സ്പിരിറ്റ്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥ ബ്രാഹ്മണൻ നിങ്ങളാണ്. ഊണിലിട്ടുകൊണ്ട് ബ്രാഹ്മണനാകത്തില്ല, ബ്രഹ്മത്തെ അറിഞ്ഞവനായിരിക്കണം. അങ്ങനെയുള്ള ബ്രാഹ്മണന്മാർ ഒരുപാടുണ്ടായിരുന്നു. അവർ വളരെ സിമ്പിൾ ലൈഫാണ് ചെയ്യുന്നത്. 2, ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കണം, ഉയർന്ന ചിന്താഗതിയുള്ളവനായിരിക്കണം. ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ അന്വേഷിപ്പിൻ. അതാണ് കർത്താവ് പറഞ്ഞത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ ആ ഉയർന്ന ചിന്താഗതി. 2, 3 എളിമത്ത ജീവിതം. പെന്തക്കോസ്തുകാരായ നിങ്ങൾ ഇതില്ലെങ്കിൽ ചുമ്മാ വേഷം കെട്ടുകളായിട്ട് ജീവിക്കാനേ സാധിക്കും. ഒരു ഗുണം ഉണ്ടാകത്തില്ല. നിങ്ങളുടെ സന്തതികളും വഴിയാധാരമായി പോകും. അതേസമയം നാം മാതൃകയുള്ളവരായി നിന്നാൽ നമ്മുടെ സന്തതികൾ നാളെ പറയും എൻ്റെ അമ്മയുടെ പ്രാർത്ഥന, എൻ്റെ അമ്മയുടെ. ഞാൻ സാക്ഷി പറയാറില്ലേ, എൻ്റെ അപ്പനെ കുറിച്ച് എനിക്ക് അങ്ങനെ സാക്ഷി പറയാൻ ഒക്കത്തില്ല. അപ്പൻ വളരെ സന്തോഷമായിരുന്നു, ഞങ്ങൾക്ക് വളരെ ഫ്രീഡം തന്നി വളർത്തിയാണ്. പക്ഷേ ലോകജ്ഞാനം ലോകസ്നേഹം പുള്ളിക്ക് ഇച്ചിരി കൂടുതലായിരുന്നു. ബാക്കിയൊന്നും കുറ്റമില്ല. പക്ഷെ അമ്മ അതല്ല. അമ്മ ആ ദൈവത്തിൻ്റെ വിശ്വാസത്തിലും എളിമത്വത്തിലും ആ സാക്രിഫൈസിൻ്റെയും പ്രതീകമായിരുന്നുകൊണ്ട് അവർ പ്രശംസനീയമാണ്. അങ്ങനെയുള്ള എത്രയോ ക്രിസ്ത്യകളും, അതാണ് എൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. നമ്മുടെ പ്രിയരെ, കുടുംബജീവിതം സക്സസ് ആകണമെങ്കിൽ മാതാപിതാക്കന്മാർ ശരിയായ നേർമയായ ഒരു ജീവിതം വേണം. ഇവിടെ വന്ന് വേഷം കാണിക്കുകയല്ല. നിങ്ങൾ വീട്ടിൽ ചെല്ലും മക്കളോട് സംസാരിക്കുമ്പോൾ ഇടപെടലിൽ അത് കാണും. ഈ അടുത്ത സമയത്ത് നമ്മുടെ ഒരു വിശ്വാസ പയ്യൻ 10-16 വയസ്സ് കാണത്ത്, 15 വയസ്സേ ഉള്ളൂ. അവൻ അമ്മയുടെ വേഷവും ചാട്ടവും നടപ്പുമെല്ലാം കണ്ടപ്പോൾ അവൻ പരസ്യമായി പറഞ്ഞു, അവരിങ്ങനെയല്ല നടക്കുന്നത്, സ്വന്തം അമ്മയെക്കുറിച്ചാണ്. അങ്ങനെ പോകരുത്. നിങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യയും മക്കളും കേൾക്കുന്ന കുറേ പക്വതയും നിങ്ങൾ ഡ്രസ്സിലും സംസാരത്തിലൊക്കെ കുറേ മാന്യത വേണം. അല്ലാതെ നിങ്ങളുടെ വൈകാരികമായ ഇമോഷൻസ് അതെല്ലാം പ്രകടിപ്പിക്കുന്ന സമൂഹത്തിലാകരുത്. നിങ്ങളുടെ സന്തതികൾ അതെല്ലാം നോട്ട് ചെയ്യും, പ്രത്യേകിച്ച് ആൺമക്കൾ.
പെമ്മക്കൾ പിന്നെ അത്രയും വലിയ വിഷയം വരത്തില്ല, കാരണം അവരും ചിലർ ആ കൂട്ടത്തിലങ്ങ് പോകും. എന്നാൽ ആ മക്കൾ യോഗ്യരായിട്ടുള്ളവർ ശ്രദ്ധിക്കും. അതുകൊണ്ട് അമ്മമാർ മാതൃകാപരമായി ജീവിക്കണം, വേഷം കാണിച്ച് നടക്കരുത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇതാ നിങ്ങൾ കുടുംബജീവിതം ചെയ്യ്, നല്ല കുടുംബജീവിതം ചെയ്ത് നല്ല മക്കളെ പ്രസവിക്കുക, ആ മക്കളെ വളർത്തി രാജ്യത്തിന് സമർപ്പിക്കുക. ഇതല്ലേ അബ്ദുൽ കലാം പറഞ്ഞത്, വേർ ദർ ഈസ് ഹാർമണി, അല്ലേ? ആ സന്തോഷം അല്ലെങ്കിൽ ഫെയ്ത്ത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സക്സസ് ആയി. അത് നിങ്ങളുടെ കുടുംബത്തിൽ വേണം, സൊസൈറ്റിയിൽ വേണം, ദേശത്ത് വേണം, യൂണിവേഴ്സിൽ വേണം. താനിതെല്ലാം പ്രചരിപ്പിക്കാൻ പോയതുകൊണ്ട് തനിക്ക് കല്യാണം കഴിക്കാൻ മറന്നു പോയെന്നാണ്. കാരണം സമൂഹത്തിന് വേണ്ടി തൻ്റെ ജീവനെ അർപ്പണം ചെയ്തു. ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. 3 അധ്യായം വായിച്ചു, ഞാൻ ബൈബിൾ വായിച്ചു, രാവിലെ 4 മണിക്ക് സ്വോത്രം പറഞ്ഞുകൊണ്ട് മാത്രമാകുന്നില്ല. ജീവിത ശൈലികളിൽ ആ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായിത്തീരണം. അതാണ് ഈ ടേണിംഗ് പോയിന്റ് മൂവ്മെൻറ്റ്. അതിൽ നിന്നാണ് ഒരു മെഗാ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അമേരിക്ക. അപ്പം നമ്മളും പുതിയ സൃഷ്ടികളായി ഗ്രേറ്റ് അല്ലെങ്കിൽ ശ്രേഷ്ഠരായി തീരണം. അതിനെന്ത് ചെയ്യണം? നാം ക്രിസ്തുവിലേക്ക് വരണം. ഇപ്പോൾ സാത്താൻ വിചാരിച്ചത് ഇങ്ങനെയുള്ളവരെ കൊന്നാൽ, അല്ലെങ്കിൽ ഇങ്ങനെ മാതൃകാപരമായി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിച്ചവരെ കൊന്നൊടുക്കിയാൽ അതോടെ പ്രസ്ഥാനം അവസാനിക്കും എന്നാണ് ഈ പയ്യൻ്റെ മനസ്സിലും ഈ റോബിൻസൻ്റെ മനസ്സിലും തോന്നി. കാരണം ഈ ഒരുത്തിനെ ഇല്ലാതാക്കിയാൽ അതോടുകൂടി പ്രസ്ഥാനം അവശേഷിക്കുമെന്ന് അവൻ ധരിച്ചത് തെറ്റിപ്പോയെന്നാണ് അവൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞത്. നോക്കണം, കാരണം താൻ ഈ പറഞ്ഞ പോലെ തൻ്റെ 21-ാമത്തെ വയസ്സിൽ തനിക്ക് മാതൃകയായ ചില മനുഷ്യരുണ്ടായിരുന്നു. വില്യം മരിയൻ എന്ന് പറഞ്ഞ ഒരു മെൻറ്ററായിരുന്നു തന്നെ ഈ ഇതിലേക്ക് നടത്തിയത്, ഈ പറഞ്ഞ ടേണിംഗ് പോയിന്റിലേക്ക് നടത്തിയത്. അങ്ങനെ കുറേ ആളുകൾ ചേർന്നാണ് അതുണ്ടാക്കിയത്. ഇതുപോലെ നാമും സൊസൈറ്റിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഒരു ടേണിംഗ് പോയിന്റ് ആകട്ടെ. ഒരു പക്ഷേ സാത്താൻ നമുക്കെതിരായിട്ട് നിൽക്കും, നമ്മളെ വകവരുത്താൻ ശ്രമിക്കും. നമ്മൾ പോയാലും നമ്മുടെ സ്ഥാനത്ത് ഒന്നിനു പകരം 100 പേരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഇവരറിയുന്നില്ലല്ലോ. അതുമാത്രമല്ല, സത്യമേവേ ജയത, കോടതിയിലൊക്കെ എഴുതി വെച്ചിട്ടില്ലേ? സർക്കാർ സ്ഥാപനങ്ങൾക്ക് എവിടെയും സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. അനീതി അന്യായങ്ങളും ഒരു കാലത്തും നീണാൽ വാഴുന്നില്ല, തൽക്കാലം വാഴും. അതിന് പറ്റിയൊരു ഉദാഹരണമല്ലേ നമുക്ക് പറയുന്നുണ്ടല്ലോ. എവിടെ ഒരു വാക്യം ആദ്യം ഒന്ന് വായിച്ച്, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അനീതിയിൽ രസിക്കുന്ന ഏവർക്കും, നോക്കണം, അപ്പോൾ തൽക്കാലത്തേക്ക് അനീതി വ്യാപരിക്കും, പക്ഷെ അതിൽ രസിച്ചു പോകുന്ന ഏവർക്കും ജഡ്ജ്മെൻ്റാണ്. ഒന്നുകിൽ അവരെ ആസ്വദിക്കുന്നതിന് തന്നെ ജഡ്ജ്മെൻ്റ് ഉണ്ടാകും. പണ്ട് മനുഷ്യൻ അസാൻമാർഗീയ പ്രവൃത്തിയിൽ ഏർപ്പെട്ടപ്പോഴേ എയ്ഡ്സ് ഉണ്ടായത്. ഇതുപോലെ പ്രവൃത്തിയും തന്നെ അവർക്ക് ശിക്ഷാവധി ഉണ്ടാകും. പിന്നെ സമൂഹത്തിൽ നിന്നുണ്ടാകും. വായിച്ച്, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 10 മുതൽ. സത്യത്തെ സ്നേഹിക്കാതെ വായിക്കാം. സത്യത്തെ വിശ്വസിക്കാതെ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന്. അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരും. ആൾക്കൂട്ടം കൂടിയോണ്ട് കാര്യമൊന്നുമില്ല. 10 പേര് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ശരിയെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾ ആ 10 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞാലൊന്നും എൻ്റെ പൊന്നു സഹാക്കളെ, സഹോദരങ്ങളെ, ഒന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. അതെല്ലാം മാറും. നിങ്ങളെക്കാൾ വലിയ പാർട്ടി കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷെ എല്ലാം അസ്തമിച്ച് പോയില്ലേ? പിന്നെയാണ് ഈ കുട്ടിക്കേരളത്തിൽ. അതുകൊണ്ട് ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് എല്ലാ പാർട്ടികളും ചേർന്ന് ഒരു നവകേരള, പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഒരു നവകേരള ഇതിനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതിന് മനസ്സിൽ പരിവർത്തനം ഉണ്ടാക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാർക്കും കുടുംബ നേതാക്കന്മാർക്കും അപ്പനും അമ്മയ്ക്കും ആ മനസ്സുണ്ടാകട്ടെ. അപ്പോൾ നിങ്ങളുടെ സന്തതികൾ ശരിയാകും. ഇതല്ലാതെ വാ കൊണ്ട് കുറേ കോഷം നടത്തിയോണ്ടോ അതര ചർവണം നടത്തിയോണ്ടോ ഒന്നും നന്നാകത്തില്ല. നിങ്ങളും അവസാനം ലജ്ജിച്ചു പോകേണ്ടി വരും. സമൂഹം നിങ്ങളെ ഒറ്റപ്പെടുത്തി കളയും. അതുകൊണ്ട് അതെല്ലാം മാറ്റിവെച്ചിട്ട് ശേഷിക്കുന്ന സമയം, ഇപ്പോൾ പലരും വയസ്സായില്ലേ, ഇനിയെങ്കിലും സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുവാൻ സത്യത്തിൽ സ്നേഹിക്കുക, സത്യത്തിൽ വിശ്വസിക്കുക, സത്യം പറയാൻ തീരുമാനിക്കുക. വായിച്ചേ, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും. ദൈവം എന്ന് പറയുന്ന ആ ഒരു സത്യമാണ്. അതായത് ആ എന്ത് ചെയ്യുന്നു അതിനുള്ള റിവാർഡ് കിട്ടും. അപ്പോൾ ആ ദൈവം സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും എന്ത് വരും? ന്യായവിധി വരും. ഇപ്പം അവനെ കൊന്നുകൊണ്ട് ഇപ്പുറത്ത് ദോഷമില്ല, പക്ഷേ അവൻ ജയിലിലായി. ഇനി അവൻ്റെ ആയുസ് എങ്ങനെ ഇരിക്കും? ലോകപ്രായം നോക്കി ഒന്നുകിൽ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ
ആയുഷ്കാലം മുഴുവൻ തടവറ കഴിയേണ്ടി വരും. ഇനി അതല്ലെങ്കിൽ സ്വയം ജീവൻ കൊടുക്കേണ്ടി വരും. പക്ഷേ വീണ്ടും കർത്താവിൻ്റെ കര കാണിച്ചാൽ അവൻ നല്ല മനുഷ്യനായിട്ട് വിളി വരും. അപ്പോൾ ഇതാദ്യം എടുക്കുന്നതല്ലേ നല്ലത്. ഈ ബോധ്യമാണ് നിങ്ങൾ സന്തതികൾ കൊടുക്കുക. കാശുണ്ടാക്കാൻ പഠിപ്പിക്കുകയല്ല, കള്ളം പറയാൻ പഠിപ്പിക്കുകയല്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ വേർകൃത്യം ഉണ്ടാക്കുകയല്ല. അത് ജാതിയോ ഭാഷയോ രാഷ്ട്രീയമോ മതമൊക്കെ പറഞ്ഞ് മനുഷ്യന് ഡിവിഷൻ ഉണ്ടാക്കുന്നതല്ല. ആ കാലമൊക്കെ പോയി. അതുകൊണ്ട് വിചിന്തനം ചെയ്യുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി. യേശു അവസാനം പറഞ്ഞതല്ലേ, നിങ്ങൾ നാട് നന്നാക്കാൻ പോകുന്നതിന് മുമ്പേ നിങ്ങളെയും നിങ്ങളുടെ അത് മതി, അത്രയും ചെയ്യാമല്ലോ. നിങ്ങൾ നാട്ടുകാരെ നന്നാക്കാൻ പോകാതെ, സഭക്കാരെ നന്നാക്കാൻ പോകാതെ, സഭയുള്ളവരെ ഗുണപ്പെടുത്താൻ പോകുന്നതിനേക്കാൾ നീ വീട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോയാൽ നീ ചെയ്യേണ്ട കടമ ചെയ്തു കഴിഞ്ഞു. അതാണ് യേശു പറയുന്നത്, നീ നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയും. അപ്പം അത്രയും ചെയ്താൽ മതി. അല്ല സമൂഹത്തെ നന്നാക്കാൻ, കേരളത്തെ നന്നാക്കാൻ, പിന്നെ പാർട്ടി നന്നാക്കാൻ, ബന്ധുക്കോസ് സഭയെ, ഈ അടുത്ത കാലത്ത് ബന്ധുക്കോസ് സഭയെ നന്നാക്കാൻ ഒരു ടീം എഴുതിയിട്ടില്ലേ? ചീഫ് പാസ്റ്റർമാരെ നന്നാക്കാൻ, അവിടെ ഉള്ളവരെ നന്നാക്കാൻ നിനക്ക് എന്നെ അറിയാം. ഒരു പ്രസ്ഥാനത്തിന് ചുമതല വഹിക്കുന്നവർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇത് വീട്ടിലിരുന്നുകൊണ്ട്, മുറിക്കാതിരുന്നുകൊണ്ട്, കമ്പ്യൂട്ടർ അടിച്ചുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ നിൻ്റെ ബുദ്ധി എന്തുമാത്രമുണ്ട് നിനക്ക് വല്ലതും അറിയാമോ? ഞാനന്ന് അതിനൊരു മറുപടി കൊടുത്തിരുന്നു. പിന്നെ ഏതായാലും അവന്മാർ തല പൊക്കിയില്ല. ഇങ്ങനെയുള്ള വിഡ്ഢി കുഷ്മാണ്ഡങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഏതോ സ്പിരിറ്റ് കയറിയിട്ട് പാർട്ടിയെ നന്നാക്കാൻ പോകുന്ന പോലെ. അല്ലെങ്കിൽ ആരെ നന്നാകാൻ കഴിയും? സ്വയം നന്നാകുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും സ്വയം നന്നായി കഴിയുമ്പോൾ നമ്മൾ പ്രസ്ഥാനം നന്നാകും. അല്ലാതെ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ ആത്മാവ് കയറിയിട്ട് അവനെ ശരിപ്പെടുത്തി കളയാം, വകവരുത്തി കളയാം, ആക്ഷേപിച്ച് കളയാം, നിന്ദിച്ച് കളയാമെന്ന് പറഞ്ഞാൽ നിൻ്റെ അവസാനം പരിതാപകരമായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള സ്പിരിറ്റുകളെല്ലാം, പ്രത്യേകിച്ച് ബന്ധുക്കോസുകാർ, TPM അവസാനിപ്പിച്ചിട്ട് നീയും ഞാനും നന്നാകാൻ നോക്കേ, നിൻ്റെ മക്കളെ നന്നാക്കാൻ നോക്കേ. അത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ സമൂഹം നന്നായിക്കോളും. ദൈവത്തിന് സ്തോത്രം. അല്ല, ഇതിനെല്ലാം ഇല്ലാതാക്കാം, ഇങ്ങനെയുള്ള നല്ല മനുഷ്യരെ അവസാനിപ്പിച്ചാൽ തീരുമെന്ന് വിചാരിക്കുന്ന ഈ വിഡ്ഢികളുടെ ഒരു വലിയ എക്സാമ്പിളാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഹാമാൻ എന്ന് പറയുന്നൊരു വ്യക്തി. സാത്താൻ്റെ പ്രതീകമാണ് ഹാമാൻ. അവനെന്ത് ചെയ്തു? എല്ലായിടത്തും തനിക്ക് ടോപ്പായി നിൽക്കണം, തന്നെ എല്ലാവരും ആരാധിക്കണം, ബഹുമാനിക്കണം, തൻ്റെ കീഴിലായിരിക്കണം സകലരും. അങ്ങനെയല്ല, അതിനുവേണ്ടിയുള്ള ചട്ടകെട്ടി രാജാവിനെ തന്ത്രപരമായിട്ട് കുടുക്കിലാക്കാൻ വേണ്ടി ശ്രമിച്ച ഹാമാൻ്റെ ഒരു ചരിത്രം നമ്മളുണ്ടല്ലോ, എസ്തേറിൻ്റെ പുസ്തകം. അതിൻ്റെ 3-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ച്. എസ്തേർ 3:1. അനന്തരം അഹശ്വേരോശ് രാജാവ് അഗാഗിനായ ഹമ്മദായുടെ മകൻ ഹാമാന് കയറ്റവും. പ്രിയരെ, ദുഷ്ടതയ്ക്ക് ആദ്യം കയറ്റം വരും കേട്ടോ. നിങ്ങളോ, ഞാൻ ഈ സത്യത്തിനൊക്കെ ജീവിച്ചിട്ട് എനിക്ക് എന്താ പ്രതിഫലം? ഈ സത്യം പറഞ്ഞ് പ്രചരിപ്പിച്ച് ജീവിച്ച് മാതൃകയായി കാണിച്ച ഈ ചാർലി ക്രിക്കിനെ കൊന്നപ്പോൾ വിചാരിച്ചു എന്തോ ഇതെല്ലാം അവൻ ചത്തില്ല. അവൻ മരിച്ചെങ്കിലും അവൻ്റെ ഭാര്യ പറഞ്ഞു, അവൻ്റെ ആശയങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്കെന്നെ നേടി, വെടിവെച്ചോന്ന് നിനക്കെന്ത് കിട്ടി? പക്ഷെ എൻ്റെ ഭർത്താവിൻ്റെ ആശയങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ എല്ലാം നന്നായി തീർന്നു എന്ന് വിചാരിച്ചുകൊണ്ട് മദ്യം അടിച്ച് രക്കം കെട്ടി കിടന്നവന്മാരല്ലയോ. 3-ാം ദിവസമായപ്പോൾ അവർക്ക് പേടിയായി. ഇവൻ പറഞ്ഞത് അതുപോലെ നടക്കുന്ന പുള്ളിയാണ്, വാക്കിന് വരെയുള്ളവൻ, അതുകൊണ്ട് ഉയർത്തുന്ന നിൽക്കുമോ? കല്ലറെല്ലാം പൂട്ടി സീലും വെച്ചു, റോമൻ ഗവൺമെൻറ്റിൻ്റെ സീലും വെച്ചു. പക്ഷേ 3-ാം ദിവസം കല്ലറയെ തകർത്തുകൊണ്ട് ഉയർത്തുന്നേറ്റ് വന്നു. ആ ഉയർപ്പിൻ്റെ ശക്തിയാണ് യേശുക്രിസ്തു. ആ ഉയർപ്പിൻ്റെ വചനങ്ങളാണ് യേശുക്രിസ്തു. അത് പറഞ്ഞ് മരിച്ചാൽ പോലും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ശരീരത്തെ കൊല്ലുന്നവനെ ഭയപ്പെടണ്ട. ശരീരത്തെ കൊല്ലുന്നവനെ, കാരണം ഈ ശരീരം എല്ലാവരും ചാകത്തില്ലേ, പക്ഷേ ആത്മാവിനെ കൊല്ലാൻ ആർക്കും കഴിയുമോ? അതാണ് ആശയങ്ങളെ. എബ്രഹാം ലിങ്കൻ അമേരിക്ക കുറെ വിളിച്ചു കൊടുത്തവനാണ്. എബ്രഹാം ലിങ്കൻ മരിച്ചതിന് ശേഷം എബ്രഹാം ലിങ്കൻ താമസിച്ചതായ ആ വീട് ഒരു മ്യൂസിയമായിട്ട് മാറി, നല്ലൊരു മ്യൂസിയമായിട്ട് മാറി. ആ മ്യൂസിയത്തിൽ ആൾക്കാരിങ്ങനെ നമ്മുടെ രാജിക്കെട്ടിലെ, ഗാന്ധിജിയുടെ രാജിക്കെട്ടിലൊരു തീ ഇങ്ങനെ കിടാതെ നിൽപ്പുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ ഒരു വലിയ വെളിച്ചം ഇങ്ങനെ ഈ എബ്രഹാം ലിങ്കൻ്റെ വീട്ടിലിങ്ങനെ പ്രകാശിക്കും പകലും രാത്രി. അപ്പോൾ ഒരു അമ്മയും മോളും കൂടെ, കൊച്ചുമോള്, ഒരു 5-8 വയസ്സുള്ളൊരു മോളും ഈ മ്യൂസിയം കാണാൻ വന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ എബ്രഹാം ലിങ്കനെ കുറിച്ച് വാദോരാതെ കുറേ കാര്യമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെല്ലാം പറഞ്ഞ് ഈ മോളോട് പറഞ്ഞ് കേൾപ്പിച്ചു. ആ കുട്ടിയല്ല, അതിനെത്രയും ഗ്രഹിക്കാൻ കഴിയില്ല. അവൾ ആ വിളക്കിന്, കാരണം വീട്ടിൽ വലിയ കർശനമാണ്, നേരം വിളക്കുമ്പോൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്യണം. അതാ നേരം വെളുത്താവുന്ന എല്ലാ ലൈറ്റും ഓഫ് ചെയ്യണം. ഇത് ദിവസവും കേട്ട് പരിചയിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന മോള്
ഇതാ 12 മണിക്ക് ഉച്ചയ്ക്ക് ഇതാ വലിയൊരു ബൾബോടെ കത്തി കിടക്കുക. അവളിതെല്ലാം കേട്ടിട്ട് അമ്മ ചോദിച്ചു, അയ്യോ ആ മനുഷ്യൻ പോയപ്പോൾ ഈ ലൈറ്റ് എടുത്താണോ പോയെന്ന് ചോദിച്ചു. നോക്കണം. അപ്പം അമ്മ പറഞ്ഞു, എബ്രഹാം ലിങ്കൻ പോയെങ്കിലും അദ്ദേഹം കൊളുത്തിയ വെളിച്ചം അമേരിക്കയിൽ ഒരു കാലത്തും കിടത്തില്ല. അതാണ് യേശു. നമ്മുടെ ഒരു ജീവിതകാലത്ത് ഇപ്പോൾ നല്ല വെളിച്ചം കൊടുക്കുന്നവരായിരിക്കും. നമ്മൾ മരിച്ചാലും ആ വെളിച്ചം പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അതല്ല സ്വാർത്ഥതയും തന്നിഷ്ടവും തൻ്റെയോടും കാണിച്ച് കുറേ സമ്പാദിച്ചു കൂട്ടി മക്കളെ പെരുവഴിയിലാക്കി തമ്മിൽ അടുപ്പിച്ചിട്ടൊക്കെ മരിച്ചാൽ നിനക്ക് എന്താ ഗുണം? നമ്മുടെ പ്രിയ സഹോദര, ശേഷിക്കുന്ന സമയം മറ്റുള്ളവർക്കായിട്ട് ജീവൻ അർപ്പണം ചെയ്യും, നല്ല കാര്യത്തിന് വേണ്ടി അർപ്പണം ചെയ്യും. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ലോകമെങ്കിലും നിന്നെ ഓർക്കും. ഉയർപ്പ് വേറെ. മനുഷ്യർ പറയും അതിനൊരു നല്ല മനുഷ്യരായിട്ട് ജീവിച്ചു. ഇതെന്തെങ്കിലും കാട്ടിക്കൂട്ടി മക്കൾക്ക് വേണ്ടി കുറേ സമ്പാദിച്ചു, അവൻ വെള്ളം അടിച്ച് കഞ്ചാവ് അടിച്ച് പെണ്ണുങ്ങളെ പുറകെ പോയി അവസാനം അത് നിരാശയായി കണ്ടിട്ട് വേണം നിനക്ക് മരിക്കേണ്ടി വന്നാൽ ആ ഗതികേടിനൊക്കെ നല്ലതല്ലേ? അതുകൊണ്ട് ഓടി നടന്ന് വലിയ സമ്പന്നനാകാൻ ആഗ്രഹിക്കരുത്. സമ്പന്നനാകുന്നവൻ പരീക്ഷയിലും കണിയിലും. ഇപ്പം ഞാൻ ഈ പ്രായത്തിൽ എന്തുകൊണ്ട് ഇത്രയും സന്തോഷത്തോടെ വേല ചെയ്യുന്നു അല്ലേ? ഇന്നലെ ഞാൻ ആ വാട്ടർ ടാങ്കിൽ അത്യാവശ്യമായിട്ട് ആളില്ല, എബിയുടെ മോൻ ഫെബിനെ വിളിച്ചു, ഞങ്ങളുടെ കൂടെ. അപ്പോൾ കട്ടപ്പനയിൽ ഒരു പയ്യൻ വന്ന് ശാല സഹായിച്ചു. 2 മണിക്കൂർ മുകളിലെടുത്തു. പക്ഷേ അതിൻ്റെതായ ക്ഷീണം നമുക്കുണ്ടെങ്കിലും ഒരു സന്തോഷമുണ്ട്, ആ ജോലി കൃത്യമായിട്ട് ചെയ്തല്ലോ. കാരണം വേറൊരാളെ ഏൽപ്പിച്ചത് നമുക്ക് അത്രയും തൃപ്തിയോടെ ചെയ്യാനൊക്കത്തില്ല. വേണം ഒരു 500 രൂപ എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ ഞാൻ ക്ലീൻ ചെയ്യും. പക്ഷേ ഇനി അതിൻ്റെ പിന്നാലെ ചില പണിയുണ്ട്, അത് അത്രയും ക്ലീൻ ആകണം. അതുകൊണ്ടാണ് നമ്മൾ തന്നെ ഇന്ന് ആ വെള്ളത്തിൽ നിന്ന് ചെയ്തത്. കണ്ടിരുന്ന എല്ലാവർക്കും എന്നോട് സഹതാപം തോന്നി. ഞാൻ ഒരു സഹതാപമില്ല. കാരണം ഇത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ പൊതു നന്മയ്ക്ക് വേണ്ടി ഒരു ത്യാഗം സഹിക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് വേണം ആസ്വദിക്കാനായിട്ട്. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി, അത് ഏറ്റവും വലിയ സന്തോഷമായി തീരും. അതുകൊണ്ടാണ് ഈ നാട്ടിലെ പലരും ഇതെല്ലാം കാണുകയും കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വരികയും സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ വന്ന പണിക്കാരെല്ലാം നമ്മളെന്താ പറയുന്നത്, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, എൻ്റെ മോനെ വിളിച്ചുകൊണ്ട് വരാം. ഒരു 4-5 പണിക്കാർ പറഞ്ഞു എൻ്റെ മോനെ വിളിച്ചുകൊണ്ട് വരാം. 30 വയസ്സോ 35 വയസ്സായി. അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ ജീവിക്കുന്നത് നമുക്കായിട്ടല്ല, അവരോട് ദൈവമുണ്ട്. ഈ ഒരു കാഴ്ചപ്പാട് ഈ കേൾക്കുന്നത് നിങ്ങളൊന്ന് എടുത്തു നോക്കി, നിങ്ങളുടെ കുടുംബം, ദേശം അനുഗ്രഹിക്കപ്പെടും. എന്തെല്ലാം എതിർപ്പുകൾ, പ്രതിസന്ധികൾ നമുക്കുണ്ടായിരുന്നു നോക്കണം, ദൈവം അതെല്ലാം മാറ്റി തന്നു. ഇനിയിപ്പോൾ നമ്മൾ പണ്ട് കണ്ട ദർശനം പോലെ ഇതാ ഇങ്ങനെ ഇവിടെ ഞാൻ വന്ന 7 വർഷം മുമ്പ് 6 വർഷം മുമ്പ് ഞാൻ സ്വപ്നം കണ്ട് നിങ്ങളും കണ്ടു. ഇവിടെ വലിയൊരു ആരാധന ഹോൾ ഉണ്ടാകുന്നു, ആ ഹോൾ വലിയ മീറ്റിംഗ് നടക്കുന്നു, അത്ഭുത രോഗശാന്തി നടക്കുന്നു. ഇതെല്ലാം കണ്ടതിന് ശേഷമാണ് നമ്മളങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. ഇപ്പോൾ തടസ്സം കൂടാതെ അത് അവസാന വാർക്കയും ഈ ആഴ്ച നടക്കുകയാണ്. മാത്രമല്ല അതിനുശേഷം അവിടെ ഒരു മീറ്റിംഗ് പെട്ടെന്ന് വെക്കണമെന്ന് താല്പര്യം തോന്നി. എല്ലാവരും പ്രാർത്ഥിക്കുക. ഡിസംബർ 7-ഉം 8-ഉം അതിനു മുമ്പുള്ള ആഴ്ചയും. അപ്പോൾ 10 ദിവസം, 8-നും 10 ദിവസത്തെ പരിപാടികളാണ്. 7 ദിവസം സുവിശേഷ പ്രവർത്തനങ്ങൾ, ട്രാക്ട് കൊടുക്കുക, വീടുകൾ കയറുക, പരസ്യങ്ങൾ നടത്തുക. അതിന് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ലാസ്റ്റത്തെ ദിവസങ്ങളിൽ പൊതു മീറ്റിംഗും വെച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യം നമ്മൾ ചെയ്തു, കർത്താവ് വിജയിപ്പിച്ചു തന്നു. അപ്പം ആ ഡേറ്റുകൾ ഓർത്തും അതിന് മുമ്പുള്ള, അതായത് ഡിസംബർ 1 മുതൽ 8 വരെയുള്ള ദിവസം, 8 ദിവസം, 8 ദിവസത്തെ സുവിശേഷ പ്രവർത്തനങ്ങളും പൊതു പ്രോഗ്രാം നമുക്കുണ്ട്. അത് നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഞാനൊരു ദർശനം കണ്ടു, വെളുപ്പാങ്കാലത്തൊരു ദർശനം കണ്ടു. ഒരു വലിയ വല കൊണ്ട് മീൻ പിടിക്കുക. ഞാനും ഉണ്ട്, നിങ്ങളിൽ ചിലരുണ്ട്. കുറിക്കപ്പെട്ട ആൾ ഞാൻ കാണുകയും ചെയ്തു. വേറെ 1-2 സുവിശേഷകരക്കാരുണ്ട്. പത്രോസ് മീൻ പിടിച്ച പോലെ ഞങ്ങൾ മീൻ പിടിക്കുകയാണ്. നോക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് കാളാഞ്ചി എന്ന് പറഞ്ഞൊരു മീനുണ്ട്. കേട്ടിട്ടുണ്ടോ? കൂടിയിട്ടുണ്ടോ? ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഇഷ്ടം പോലെ ഈ ആറ്റിൽ, പമ്പയാറ്റിൽ കിട്ടും, വല്ലപ്പോഴൊക്കെ വാങ്ങിക്കാറുണ്ട്. നല്ല കാളാഞ്ചി, വെള്ള കാളാഞ്ചിൻ്റെ ചുമന്ന കാളാഞ്ചി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വലിയ കാളാഞ്ചികൾ ഈ 2 വർഷം മുമ്പ് ഇവിടെ നമുക്കൊരാൾ കൂടി തന്നായിരുന്നു. നാട്ടിൽ നിന്നൊരാൾ വലിയ ഏകദേശം ഒരു 3 അടി നീളത്തിൽ, 2 അടി നീളത്തിൽ വലിയൊരു കാളാഞ്ചിയും കൊണ്ടുവന്നു. അത് ഞങ്ങൾ 3-4 പേര് വാങ്ങിക്കുകയും ചെയ്തു. നാട്ടിൽ നിന്ന് വന്നൊരു കൂട്ടിയിട്ടവർക്ക് അത്ഭുതം, ഇത്രയും രുചികരമായ മീൻ ഇവിടെ കിട്ടുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ കാളാഞ്ചിയുടെ ടേസ്റ്റ് മനസ്സിലായോ? കാളാഞ്ചിയുടെ വിവരം പറഞ്ഞതിൻ്റെ കാരണം അതിനു വേണ്ടിയല്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ വലയ്ക്കകത്ത് ഈ കാളാഞ്ചിയുടെ ഒരു കൂട്ടം തന്നെ കയറി വരികയാണ്. അതിലേറ്റവും വലിയ മീൻ ചാടിപ്പോകാൻ നോക്കി. അപ്പോൾ ഞാൻ കയറി അതിനെ വട്ടം പിടിച്ച് ഇങ്ങെടുത്തു. അപ്പോൾ എന്തായിരിക്കും എൻ്റെ അർത്ഥം? ചില കാളാഞ്ചികളെ ദേശത്തും ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ സാക്ഷികളായിട്ട്, വലിയ അത്ഭുത സാക്ഷികളായിട്ട് ചിലരെ ഈ ദേശത്തുനിന്നും പലയിടത്തുനിന്നും എഴുന്നേൽപ്പിക്കും. അവർ മൂലം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എനർജിയായി. ദൈവത്തിൻ്റെ പദ്ധതി കറക്റ്റായിട്ട് നടക്കുന്നു.
അപ്പോൾ ആ യോഗത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. നിങ്ങൾ സാക്ഷികളായിട്ട് ജീവിക്കുക, മാതൃകാപരമായി ജീവിക്കുക. താൽക്കാലിക ലാഭങ്ങൾ വേണ്ടാന്ന് പറയുക. ആ പാപനിയായ സ്ത്രീ യേശുവോട് പറഞ്ഞു, നീ മേലാൽ പാപം ചെയ്യരുത്. 2, നിൻ്റെ ലാഭങ്ങളെല്ലാം നീ മാറ്റി, വേറെ വഴി തുറക്കും. വേറെ വഴി ദൈവം നിനക്ക് തുറക്കും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വഴികളും ലാഭങ്ങളും വിട്ടുകൊണ്ട് കർത്താവേ, ലാഭമായതെല്ലാം ത്യജിച്ച് നാം ദൈവത്തെ നേടാൻ നോക്കുക. ലാഭമായിരുന്നതെല്ലാം ഛേദമെന്നെണ്ണിടുന്നേകത്തിൽ, ലാഭമായിരുന്നതെല്ലാം ഛേദമെന്നെണ്ണിടുന്നേകത്തിൽ, എത്രയോ വിശിഷ്ടം നിൻവിശുദ്ധ നഗരം, എത്രയോ വിശിഷ്ടം നിൻവിശുദ്ധ നഗരം, ല്ലോ ഇവൻ ഉറവ, നിൻ സ്നേഹമല്ലോ നിന്നുറവ, ആ സ്നേഹം എനിക്കോ മതിയേ, ആ സ്നേഹം എനിക്കോ. ക്രൂശിലെ സ്നേഹം നിസ്തുല സ്നേഹം, ക്രൂശിലെ സ്നേഹം നിസ്തുല സ്നേഹം, ആയത്ര മധുര തേനിനെക്കാളുമേ, ആയത്ര മധുര തേനിനെക്കാളുമേ, ആ സ്നേഹം എനിക്കോ മതിയേ, ആ സ്നേഹം. ഹല്ലേലൂയ. നാം അതിലേക്ക് തിരിഞ്ഞു വരിക. അമേരിക്കയിലെ ചെറുപ്പക്കാർ യേശുവിനെ ആവശ്യം, എൻ ടു യെസ് ജീസസ്, എൻ ടു അമേരിക്ക. നമ്മളെന്ത് പറയണം? എൻ ടു ജീസസ്, എൻ ടു ഇന്ത്യ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എൻ ടു ജീസസ്, എൻ ടു ഇന്ത്യ. അതിന് അത്രയും തുറന്നു പറയാൻ തക്കവണ്ണുള്ള ഫോഴ്സ് പലരുടെ ഹൃദയത്തിലില്ല. അത് ശക്തി ഒന്നെങ്കിലും ഒക്കത്തുള്ളൂ കേട്ടോ. അത് പ്രാപിച്ചോണം. എൻ ടു ജീസസ്, എൻ ടു ഇന്ത്യ, എൻ ടു ജീസസ്, എൻ ടു കേരള, എൻ ടു ജീസസ്, എൻ ടു ഇടുക്കി, എൻ ടു ജീസസ്, എൻ ടു കുമളി. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ നല്ലതിനെ ഇല്ലാതാക്കുവാൻ തിന്മ എപ്പോഴും എതിർക്കും. നമുക്കറിയാം, ഉൽപ്പത്തിനെ തുടങ്ങുമ്പോൾ നന്മയുടെ പ്രതീകമായ ഹാബേലിനെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്തു? കായീൻ എഴുന്നേറ്റു. പക്ഷെ കായീൻ എവിടെ പോയി? ഉഴലുന്നവനായി തീർന്നു. അങ്ങനെ വായിക്കുന്നു. കായീനോട് ദൈവം ചോദിച്ചപ്പോൾ അവന് ഉത്തരവില്ല. നീ നിന്റെ സഹോദരൻ്റെ കാവലാളിയാന്ന് ചോദിച്ചപ്പോൾ, അല്ല, അവൻ തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവല. അതെ, ഓരോരുത്തരുടെയും കാവൽക്കാരാണ്. പക്ഷെ അവൻ സമ്മതിച്ചില്ല. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ അവൻ ഭൂമിയിലെല്ലാം ഉഴലുന്നവനായി തീർന്നു. അവൻ കുറേ ജഡസന്തതികളെ ഉണ്ടാക്കി, കുറേ ഭൗമികമായ കാര്യങ്ങൾ പണിതു. സ്വന്തമായിട്ട് അവൻ്റെ മകൻ്റെ പേരിൽ ഒരു കെട്ടിടവും പണിതു. അവൻ്റെ പേര് ആനോക്ക് എന്നാണ്. എന്നാൽ അതെല്ലാം ജലപ്രളയത്തിലെല്ലാം നശിച്ചു പോയി. എന്നാൽ ദൈവം ഒരു ആനോക്കിനെ എഴുന്നേൽപ്പിച്ചു. ആ ആനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. അവൻ 2 ആനോക്കുകളുണ്ട്. ഒന്ന് കായീൻ്റെ സന്തതിപ്പെട്ട ഒരു ആനോക്ക്. അവൻ പട്ടണം പണിത് അവൻ്റെ പേര് തൻ്റെ മകൻ്റെ പേരിട്ടു. ആ പട്ടണം ഇവിടെ. പക്ഷേ ദൈവത്തോടുന്ന ആനോക്ക് തൻ്റെ പ്രവചന നിവർത്തി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ദൈവത്തോട് വസിച്ചു, ജീവിച്ചു. ദൈവം അവനെ എടുത്തുകൊണ്ടു. അപ്പോൾ 2 പ്രതീകങ്ങൾ. ഇതുപോലെയാണ് ചാർലി ക്രിക്ക് ക്രിസ്തുവിൻ്റെ പാത അമേരിക്ക കാണിച്ചു കൊടുത്തു. പക്ഷേ അവൻ സ്വർഗത്തിൽ പോയി. അതിനെതിരായി സാത്താൻ കരങ്ങളെടുത്ത ട്രെയിലർ റോബിൻസൺ ജയിലുമായി. മനസ്സിലായോ? തെരഞ്ഞെടുത്തോണം. നിങ്ങളിതൊക്കെ തിരഞ്ഞെടുത്തോണം. ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? അപ്പോൾ ദുഷ്ടശക്തി സാത്താൻ ഭൂമിയിൽ 1000 വർഷം സാത്താനെ ബന്ധിക്കുന്നത് വരെ സാത്താൻ്റെ ശക്തികൾ ദൈവമക്കൾക്കെതിരായി, നന്മയ്ക്കെതിരായി പ്രവർത്തിക്കും. നന്മയും തിന്മയും വലിയ പോരാട്ടമാണ്. അതാണ് ഞാൻ പറഞ്ഞ എസ്തേറിൻ്റെ പുസ്തകത്തിലെ ഹാമാൻ എന്ത് ചെയ്തു? അവന് ഉദ്യോഗം അല്ലെങ്കിൽ കയറ്റവും ലഭിച്ചു. ദുഷ്ടന്മാർക്ക് അല്ലെങ്കിൽ പാപികൾക്ക് പെട്ടെന്ന് കയറ്റം കിട്ടും, പണം സമ്പാദിക്കും. അന്യായമായി പണം സമ്പാദിക്കേണ്ട കയ്യിൽ ഇഷ്ടം പോലെ പണം വരും, വേണ്ടാത്ത പണം വരും, കുടൽപ്പണം, കള്ളനോട്ട്, മറ്റത് മറിച്ചെല്ലാം വരും. കെട്ടിക്കിടക്കുക വളർത്തും, ചിലവാക്കാൻ നിവൃത്തിയില്ല, കൂടി കിടക്കുകയാണ്. അതുപോലെ ദുർമാർഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ദുഷ്ടതയുടെ പ്രതീകം. നല്ലവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യായമായിട്ട് പോകത്തുള്ളൂ. പക്ഷേ ഈ യുദ്ധം കായീനും ആബേലും ആരംഭിച്ചത്
ഇപ്പോൾ റോബിൻസണും ചാർലി ക്രിക്കിലും നാളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. പക്ഷേ എന്നിൽ വിശ്വസിക്കുന്നവൻ, അവൾ ഇവിടെ ചെയ്തു, ഹാമാൻ തന്നെ ഉയർത്തി പ്രതാപത്തിൽ കാണിച്ചപ്പോൾ അവനൊരു ഗുണം, എല്ലാവരും എന്നെ സാഷ്ടാംഗം വീഴണം. അപ്പോൾ അവിടെ ഒരു ദൈവമനുഷ്യനുണ്ടായിരുന്നു. ദൈവത്തെ ആരാധിച്ച് പരിചയ മുർദെഖായി അവനെ ആരാധിക്കാൻ കൂട്ടാക്കിയില്ല. അതവന് വൈരാഗ്യമായി. അതുകൊണ്ട് പക, ഈ പിശാച് കയറുന്നവർക്കാണ് ഈ പകയുണ്ടാകും. തങ്ങളെ ബഹുമാനിച്ചില്ലെങ്കിൽ, തങ്ങൾക്ക് കിട്ടുന്ന മഹത്വം കിട്ടില്ല, അവർ നേരെ തിരിയും. നമുക്കൊക്കെ ഉണ്ടാകും, സുവിശേഷ വേലക്കാർക്കും ഉണ്ടാകുന്ന ആത്മാവാകും, വിശ്വാസികൾക്കും ഉണ്ടാകും. എനിക്ക് അർഹതപ്പെട്ട മഹത്വം കിട്ടിയില്ലെങ്കിൽ നേരെ ശത്രു, അല്ലെങ്കിൽ അയ്യോ പഞ്ചസാര ഇട്ട് ഐസിട്ട് കഴിയും. പക്ഷെ അവർക്ക് ആഗ്രഹിക്കുന്ന മഹത്വം കിട്ടിയില്ലെങ്കിൽ അവർ ശത്രുക്കളായിട്ട് മാറും. പക, പിന്നെ മറ്റുള്ളവന് വകവരുത്തണമെന്നുള്ളത് ഈ ദുഷ്ടാത്മാവാണ്. ഈ രണ്ടാത്മാവാണ് വിഷയം. മനുഷ്യൻ ഫ്രീ ആണ്, പക്ഷേ ഈ ആത്മാവ് കയറുന്നതനുസരിച്ച്. അപ്പോൾ എന്ത് ചെയ്തു? യവനെ ഇങ്ങനെ നിർത്തിയാൽ ഒക്കത്തിൽ, ഇവനെ വകവരുത്തണം. ആരെ? എൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴാത്തവരും എന്നെ അംഗീകരിക്കാത്തവരും ഇനി വേണ്ട, അവനെ എങ്ങനെ വകവരുത്താം. അടുത്ത അധ്യായത്തിൽ നോക്കുമ്പോൾ അവന് സഹിക്കുന്നില്ല. അവൻ പോയി ആലോചന എടുത്തു, തൻ്റെ കൂട്ടുകാരോടും ഭാര്യയോടും പോലെ ആലോചിച്ചു. അടുത്ത അധ്യായത്തിലില്ലേ അവർ പറഞ്ഞു കൊടുത്തു, 6-ാം അധ്യായത്തിലാണോ 5-ലാണോ, നീ ഒരു കഴുകുമരം ഉണ്ടാക്കുക 50 മുഴ ഉയരത്തിൽ. കാരണം ആ സൂസൻ പട്ടണം മുഴുവൻ കാണും. ആര്? എന്നോട് എതിർക്കുന്നവൻ്റെ ഗതി ഇതാണ്, അല്ലേ? എന്നെ എതിർക്കുന്നവൻ്റെ ഗതി ഇതാണ്. അത് മുടി ലോകം കാണും. മേലാൽ ഒരുത്തർ എഴുന്നേക്കരുത്. ഇന്ന് അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരില്ലേ? വകവരുത്താൻ നടക്കുന്നവന്മാർ. മത നേതാക്കന്മാരില്ലേ? ഗ്രാമത്തലവന്മാരില്ലേ? കുടുംബത്തിലില്ലേ? ചില മക്കൾ തങ്ങൾക്കെതിരായി അവരെ വകവരുത്താൻ ആകിയ തന്തമാരുണ്ട്. മനസ്സിലാകുന്നു? തിരിച്ചുകൊണ്ട് തന്തയെ വകവരുത്താൻ പോകുന്ന സന്തതികളുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ ദുഷ്ടാത്മാവാണ്. ഈ ഹാമാന്റെ ശക്തി എന്ന് പറഞ്ഞ ഈ പിശാചാണ്. വായിച്ചേ, എത്ര അധ്യായം? 5:14. എസ്തേറിന്റെ പുസ്തകം 5:14 വായിച്ചേ. ഇങ്ങനെയുള്ള ഭാര്യമാരെ കിട്ടിയാൽ നല്ല ഗുണമാണ് കേട്ടോ. സൂക്ഷിച്ചോണം. നിന്റെ ഭാര്യയുടെ വാക്ക് കേൾക്കുന്നതിന് മുമ്പ് ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ഭാര്യയുടെ വാക്ക് കേൾക്കാവോ. ഇനി തിരിച്ചുകൊണ്ട് നാബാലിനെ പോലെയുള്ള പോഷന്മാരെ കിട്ടിയാൽ കുഴപ്പം, എൻ്റെ പൊന്നെ ആ കുടുംബത്തിനൊരു സ്വസ്ഥ കിട്ടും. അതുകൊണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മുട്ടുകുത്തി പ്രാർത്ഥിക്കും, കർത്താവേ നിനക്ക് ഇഷ്ടമുള്ളൊന്ന് തരണം, നീ തരണം. അപ്പോൾ തിരഞ്ഞെടുത്തുള്ള ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആയുസ് മുഴുവൻ പോവും. പിന്നെ പെന്തിക്കോസിലായതുകൊണ്ട് 2ാമത് കല്യാണം കഴിക്കാൻ നോക്കും, അതുമില്ല. ഒന്നുകിൽ ആരെങ്കിലും ചാകണം, ചാകുന്നിടം വരെ പിന്നെ കാത്തിരിക്കണം. അങ്ങനെ ദൈവം സ്നേഹിക്കുമ്പോൾ അബിഗേലിൻ്റെ വീട്ടിൽ കഴിഞ്ഞ പോലെ നീക്കേണ്ടവനെ നീക്കി തരികയും ചെയ്യും. അത് വേറൊരു കാര്യം. വായിച്ചേ. സ്നേഹിതന്മാരും. അപ്പോൾ തന്നെ വിചാരിച്ചു ആ കുടുംബം പ്രോപ്പറായിട്ട് പോകുന്നതല്ല. ഭാര്യയും പിന്നെ അവൻ്റെ സ്നേഹിതന്മാരും. ഇതെല്ലാം വീട്ടിൽ എപ്പോഴും വെള്ളമടിക്കാൻ കൂടുന്നവന്മാരാണ്. മനസ്സിലാകുന്നു? വെള്ളമടിക്കാൻ കൂടുന്നത് മാത്രമല്ല, പിന്നെ എന്തൊക്കെ അധാർമ്മ എപ്പോഴും നമുക്കറിയത്തില്ല. ഞാനൊരിക്കലിരിക്കുമ്പോൾ ഒരിടത്ത് ഒരു വിശ്വാസി, അവനൊരു പാവമാണ്. അവൻ്റെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നു, വേറൊരു ഭാഗത്തുപ്പെട്ടതാണ്. വേറൊരുത്തരുമുണ്ട്. 3 പേരോട് കൂടി വന്നപ്പം ഒരു കുപ്പി വാങ്ങിച്ച് അവരുപയോഗിച്ചു. അപ്പോൾ ഈ വന്നവൻ വേറെ ഒരു സമുദായത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അവനെന്ത് ചെയ്തു? എടാ നിൻ്റെ വീട്ടിൽ ഫ്രിഡ്ജുണ്ട്. അവൻ്റെ വീട്ടിലുണ്ട് ഫ്രിഡ്ജ്, പക്ഷെ അവൻ്റെ വീട്ടിൽ കയറ്റത്തില്ല. പെന്തിക്കോസുകാർ വീട്ടിൽ, ഈ പൊട്ടൻ്റെ വീട്ടിൽ അവൻ പറഞ്ഞു ഇതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ചേക്കാൻ പറഞ്ഞു. ഫ്രിഡ്ജ് വെച്ചേരെ, നമുക്കിനി ആവശ്യമുള്ള എടുക്കാമെന്ന്. ഭാര്യ നോക്കുമ്പോൾ ഒരു കുപ്പി ഇരിക്കും. ഇത് എവിടുന്നാന്ന് ചോദിച്ചു. അത് അവൻ വന്നപ്പോൾ കൊണ്ട് അവളങ്ങ് പുലി പോലെ ആയില്ലേ, എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. ഇന്ന് അവൻ്റെ കുപ്പി ഫ്രിഡ്ജ് വെച്ചാൽ നാളെ അവൻ കയറി വീടിനകത്ത് കയറി വരും, നീ സമ്മതിക്കുമെന്ന് ചോദിച്ചു. ഭർത്താവിന് മിണ്ടാട്ടമില്ല. എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. ഭാര്യ പറഞ്ഞു കൊടുത്ത. അങ്ങനെയുള്ള ഭാര്യമാരുള്ള കുടുംബം അനുഗ്രഹിക്കപ്പെടും. എടാ വല്ലവൻ്റെ കുപ്പി നിൻ്റെ ഫ്രിഡ്ജിനകത്തല്ല കയറേണ്ടത്. മനസ്സിലായോ? വല്ലവൻ്റെയും കുപ്പി നിൻ്റെ ഫ്രിഡ്ജ് വെക്കേണ്ടത് വിടല്ല നിൻ്റെത്. ആ ബോധം ആ പെണ്ണിനുണ്ടായിരുന്നു. അവളാണ് ഒരു ഹിന്ദു മാർഗത്തിൽ നിന്ന് വന്നവള്. നോക്കണം, ആ പെങ്കൊച്ചൊരു ഹിന്ദു മാർഗത്തിൽ നിന്ന് വന്നവളാണ്. പക്ഷെ അവളുടെ അമ്മായിയമ്മ കണ്ടുപിടിച്ചവളവൾ, രൂത്തും നവമി പോലെ. ആ അമ്മായിമ്മ ഇതുപോലെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് വല്ലവൻ്റെയും കുപ്പി എന്ത് ചെയ്യരുത്? നിന്റെ ഫ്രിഡ്ജിൽ കയറ്റാതെ സൂക്ഷിച്ചോണം. വായിക്കാം. കഴുകുമരം ഉണ്ടാക്കട്ടെ. എന്ത് ഈസി ആയിട്ടാ നോക്കണം. മുർദെഖായി എടാ ദൈവഹിതമാണ്. യേശുക്രിസ്തു പറഞ്ഞില്ലേ, ഇന്നും നാളെ ഞാൻ പ്രസംഗിക്കട്ടെ, എന്നെ നിന്റെ കഴിവരത്ത് തൂക്കാൻ വരുന്നൊരു സമയം വരുമ്പോൾ ഞാൻ സമ്മതിച്ചു തരാം. അത് ദൈവഹിതം.
ദൈവഹിതമില്ലാത്ത നിൻ്റെ ഒരു രോമം കൊഴിയത്തില്ലെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നു? നീ ഒരു ദൈവഹിതമെങ്കിൽ ദൈവം അറിയാതെ നിൻ്റെ ഒരു രോമം കൊഴിയത്തില്ല. അഥവാ നിൻ്റെ സമയമായെങ്കിൽ നീ പോകുന്ന സ്ഥാനത്തിൽ ആയിരങ്ങളെ ദൈവം നിനക്ക് പകരെഴുന്നേൽപ്പിക്കും. ഒരു സ്തെഫാനോസിനെ സ്വർഗത്തിൽ കയറ്റിയപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് അവനെ കൊല്ലാൻ കൂട്ടുകുന്നതായ ശൗലിനെ എഴുന്നേൽപ്പിച്ചു. ആ ശൗലിൻ്റെ പ്രവൃത്തി നമുക്കറിയാമല്ലോ. ഇതുപോലെ ദൈവത്തിന് കഴിയും. ആ ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. വായിക്കാൻ താവട്ടെ. പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോട് കൂടെ വിരുന്നിന് പോകാമെന്ന് പറഞ്ഞു. നീ പിന്നെ അവൻ്റെ മുഖം കാണുമ്പോൾ ഇവന് പിടിക്കുന്നില്ലതാ. ഈ മൊർദെഖായെ കാണുമ്പോൾ ഇവന് എല്ലാം ഒലിച്ചു പോകുന്ന പോലെ. കാരണം അവൻ ഉദ്ദേശിക്കുന്നത് ഇവൻ്റെ മുഖത്ത്, ഇവനൊരു ദൈവ മനുഷ്യ, ഇവൻ മനുഷ്യന് മുമ്പിൽ കുമ്പിടുന്നവനല്ല. ഇവൻ്റെ മുഖം കാണുമ്പോൾ മറ്റവന് കിട്ടിയ എല്ലാ സ്ഥാനമാനങ്ങളും വിലയില്ല. ഇതാണ് പ്രതികാരം കേട്ടോ. പക അത് വേലക്കാർ കയറല്ലേ, വിശ്വാസികൾ കയറരുത്. കയറിക്കഴിഞ്ഞാൽ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ഭാര്യ സേരസ്, ആ പേര് മറക്കല്ലേ. കല്യാണം കഴിക്കുന്ന പിള്ളേർ സേരസിനെ എന്ത് ചെയ്യരുത്, കല്യാണം കഴിക്കാൻ പോകുക അബിഗേലിനെ തപ്പിക്കോണം കേട്ടോ. അത് നിനക്ക് തപ്പി അവിടെ പോകാനാണ്. യൂട്യൂബിൽ കിട്ടുമോ? ഇല്ല. ഓൺലൈനിൽ കിട്ടുമോ? മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ ദൈവം തരും. അങ്ങനെ തിരഞ്ഞെടുക്കണം. താട്ട് വായിച്ച് ഈ കാര്യം ഹാമാന് ബോധിച്ചു നോക്കണം. അതാണ് അനീതിയിൽ വിശ്വസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ഫോഷ്ക്ക് വിശ്വസിക്കുമാറ് ന്യായവിധിയുടെ എന്നൂടെ വായിച്ച വാക്യം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൽ. ഞാൻ കണ്ട അത്ഭുതം, എൻ്റെ പ്രിയപ്പെട്ട ഒരു പെന്തിക്കോസി പോലും, ഈവൻ നമ്മുടെ വേലക്കാരി ചിലരും ഈ ഫോഷ്ക്ക് വിശ്വസിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴത്തെ എല്ലാം കുറച്ചു നാൾ മുമ്പാകട്ടോ. ഫോഷ്ക്ക് പറയുന്നത് വിശ്വസിക്കാൻ പെട്ടെന്ന് അവർക്ക് സാധിക്കും. കാരണം ഈ ആത്മാവ് വ്യാപിക്കുന്നു. സത്യം പറഞ്ഞാൽ അവർക്ക് തലകാത്ത് കയറത്തില്ല. എന്ത് യുദ്ധം നമ്മളോട് നടത്തുന്നറിയാം? എന്ത് യുദ്ധം? കാരണം അവരെ സ്വാധീനിക്കുന്ന ശക്തി അതായത് അവർ അറിഞ്ഞുകൊണ്ടല്ല. അവരോട് ചോദിച്ചാൽ അവരറിയത്തുമില്ല. ഇതാണ് വിഷയം. എന്നോട് വായിച്ച വാക്യം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ഈ ദൈവം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. ദൈവം എന്ന് പറഞ്ഞാൽ സത്യം. ദൈവം എന്ന് പറഞ്ഞാൽ സത്യം. അതാണ് സത്യം. അല്ല ദൈവം അവിടെ ഇരുന്നുകൊണ്ട് ഓരോരുത്തരും നീ അങ്ങനെ വിശ്വസിക്കട്ടെ, ദുരാത്മാ അയച്ചിട്ട് നീ അങ്ങനെ ആടെങ്കിലെന്നല്ല. ആ ദൈവം, അദർശനായ ദൈവം, തൻ്റെ വചനങ്ങൾ, തൻ്റെ സത്യങ്ങൾ, അപ്രമേയ സത്യങ്ങൾ, അതങ്ങനെ നടക്കുന്നു. അതിനെ ഭാഷ തർജ്ജമ ചെയ്തവന് മനസ്സിലാകുന്നുള്ള ദൈവം ദൈവം നമ്മൾ വിചാരിക്കും ദൈവം അവിടെ നിന്നുകൊണ്ട് എല്ലാത്തിനും ഇങ്ങനെ ചെയ്തു. അങ്ങനല്ല. അതങ്ങനെ ഇപ്പോൾ ട്രാഫിക് ലൈറ്റ് ചെല്ലുന്നു. നിങ്ങൾ ട്രാഫിക് തെറ്റിച്ച ഉടനെ ശിക്ഷ വരും. സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ ആരാണ്ട് പറഞ്ഞു കൊടുക്കുന്നു. ട്രാഫിക് മന്ത്രിയുടെ അനുയായികൾ ആരെങ്കിലും ഇവിടെ നിർത്തിയിട്ടുണ്ടോ? നിങ്ങൾ സീറ്റ് ബെല്ലില്ല. അതാണ് ആ സത്യം. അതൊരു നിയമമാണ്. അതിനുള്ള ക്യാമറകളുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം വരുന്നുണ്ട് ഓരോരുത്തരെയും ശിക്ഷിക്കാൻ നടക്കുകയല്ല. അതിൽ തന്നെ ഒരു ശിക്ഷയുണ്ട്. തീയെ പോയി പിടിച്ചാൽ പൊള്ളുമെന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതിനെയാണ് ദൈവം നമ്മളിവിടെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത്. അല്ല ദൈവം അവിടെ ഇരുന്നുകൊണ്ട് മനുഷ്യന് കൊടുക്കുക. അങ്ങനെ നമ്മൾ ബൈബിളിൽ കുറേ ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തവർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പേടിച്ച് നിന്നോളും. വായിക്കാം. സത്യത്തെ വിശ്വസിക്കാതെ അനീതി രസിക്കുന്ന ഏവർക്ക് ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി കൊടുത്തു. അപ്പോൾ വ്യാജത്തിന്റെ വ്യാപാരം അത് പെട്ടെന്ന് വിശ്വസിക്കും. ഇന്ന് ലോകം മുഴുവൻ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ സത്യം പറയുന്നതിനൊക്കെ വെറും മണ്ടന്മാരും കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇങ്ങനെ പോകുമല്ലോ. എന്തോ ഒരു കള്ളങ്ങളാണ്. ഈ അടുത്ത സമയത്തൊക്കെ നടന്ന സംഭവം കണ്ടില്ലേ? നടന്ന സംഭവം മനുഷ്യന് കണ്ണുകൊണ്ട് കണ്ടാൽ പോലും അതവരുടെ കണ്ണിന് തിമിരം വായിച്ചുണ്ടാകും. ഞങ്ങളൊന്നും അപ്രൈറ്റാണ്. അങ്ങനെ അത് നമ്മുടെ ഹിറ്റ്ലറിൻ്റെ പോളിസിയാണ്. നീയൊക്കെ പറഞ്ഞു 100 പ്രാവശ്യം പറയുമ്പോൾ അത് സത്യമായിട്ടങ്ങ് വന്നോളൂ. പക്ഷെ ഇതൊക്കെ സത്യമായിട്ട് വരും. പക്ഷെ അവസാനം എന്ത് ചെയ്തു? വായിച്ചേ. അങ്ങനെ അവസാനത്തിൽ മൊർദെഖായിയെ തൂക്കാനുള്ള എല്ലാ പദ്ധതികളും ക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ ഉറക്കം പോയി. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവം തൂക്കുമരമൊന്നും വലിച്ചു കളയാൻ പറഞ്ഞിട്ടില്ല. അന്ന് രാത്രി രാജാവ് ഉറങ്ങാൻ പോയി, ഉറക്കം പോയി. വായിച്ചേ. എത്രാം വാക്യം? 6:1. എസ്തേർ 6:1. രാജാവ് ഇതെല്ലാം അറിയുന്നു. കാരണം രാജാവ് എന്ന് പറയുന്നത് ചിലപ്പോൾ മണ്ടന്മാരാണ്. നമ്മുടെ ചില ഭാഷന്മാരെ പോലെയാണ്. എന്താ തങ്കവേലു ആദ്യം ചെന്ന് പറയുമ്പോൾ അയ്യോ അത് ശരിയാണെന്നോ, ഞാൻ പിന്നെയെക്കുറിച്ച് അങ്ങനെയല്ല ചിന്തിച്ചേ, അങ്ങ് വിശ്വസിക്കും. കാരണം അതിന് എനിക്കൊന്നും ആ വാക്യത്തിൻ്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല. എന്താ നിങ്ങൾ തിരിഞ്ഞ്
ശിശുക്കളെ പോലെയാണെന്ന് പറഞ്ഞു. നമ്മുടെ പാസ്റ്റർമാർ ചിലർ, മദർമാർ ചിലർ, വിശ്വാസികൾ ചിലർ ശിശുക്കളെ പോലായി മാറുമ്പോൾ ആദ്യം ഒന്ന് വിശ്വസിക്കുകയാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ പറയുന്നത് സൂക്ഷിച്ചോണം. അവിടെ ചിലരെന്ത് ചെയ്യും? വിവേചനമില്ലാതെ ചെറിയ ആക്ഷൻ എടുക്കും. അപ്പോഴായിരിക്കും സത്യം നേര് നെരുങ്ങിയേ വരത്തുള്ളൂ. അപ്പം നേര് നെരുങ്ങിയേ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അപ്പോഴാണ് ഇവർ അന്തം വിടുന്നത്. അപ്പോൾ ദാവീദ് ചെയ്തപോലെ എന്ത് ചെയ്യും? ദാവീദിന് മെഫീബോശത്ത്, ദാവീദ് കാട്ടിപ്പോയ സമയത്ത് മെഫീബോശത്ത് എന്ത് ചെയ്തു? ഭൃത്യനായ ശേബയോട് പറഞ്ഞു, യജമാനൻ പോയില്ല, ഇനി നമ്മളെന്തിനും ഇവിടെ കിടക്കും, നമുക്കും പോകാം കാട്ടിലേക്ക്. അവൻ മുടന്തനല്ലേ, അവനെ ആരെങ്കിലും എടുത്ത് കഴുതപ്പുറത്ത് വെക്കണം. അപ്പോൾ ശേബ വിചാരിച്ചു ഇതോടെ സംഗതി മാറി, ഇനി ഇവനെ സേവിക്കേണ്ട. കാരണം ദാവീദിനുള്ള ബന്ധത്തിലാണ് ശേബയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവൻ്റെ കഥ കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ശേബയെ ഇവനെ മെഫീബോശത്തിനെ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, അതിന് ഞാൻ പോയി സോപ്പിടാം എന്നും പറഞ്ഞ് ഇവൻ കഴുതപ്പുറത്ത് സാധനങ്ങളെല്ലാം കയറ്റി മെഫീബോശത്തിനെ കയറ്റാതെ അവിടെ കൊണ്ടുപോയി മുന്തിരിയുടെയും മറ്റോ മറിച്ചോ എല്ലാം കൊടുത്തിങ്ങനെ എന്തിനാ ഒക്കെ രാജാവിന് തിന്നാൻ, രാജാവിൻ്റെ സഹോദരങ്ങൾക്ക് തിന്നാൻ, പടയാളുകൾക്ക് തിന്നാൻ എല്ലാം കേട്ടു. ദാവീദിന് ഇതല്ല അവനെന്ത് ചെയ്യും? യോനാഥാന്റെ മകൻ എന്ത് ചെയ്യും? ഉടനെ കള്ളവും പറഞ്ഞു. അല്ലേ? വാക്യം കണ്ടോ? 2 ശാമൂലിനകത്തുണ്ട്, 17 കണ്ടുണ്ട്. കള്ളവും പറഞ്ഞു. 16 തോന്നല്ലേ? 2 ശാമൂൽ 15-16 ഈ ശേബ എന്ന് പറയുന്ന ഭൃത്യൻ മെഫീബോസിനെ കള്ളം പറഞ്ഞു. യജമാനൻ പോയപ്പോൾ അവനെന്താ പറഞ്ഞ്? ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്ത തിന്മയ്ക്കെതിരായിട്ടാണ് ദൈവം ശിക്ഷിച്ചിരിക്കുന്നത്. കള്ളവും പറഞ്ഞു. ഈ രാജാവ് പെട്ടെന്ന് വിശ്വസിച്ചു കേട്ടോ. ഈ രാജാക്കന്മാർക്കൊക്കെ അങ്ങനെ കുഴപ്പമുണ്ട്, അവർ പെട്ടെന്ന് വിശ്വസിക്കും. അത് ഞങ്ങളുടെ ഭാഷന്മാർക്കുണ്ട്, എനിക്കുമൊക്കെ ഉണ്ട് കേട്ടോ, സൂക്ഷിച്ചോണം. അതുകൊണ്ട് നേരെ ചൊവ്വ പറഞ്ഞോണം. നിങ്ങൾ സോപ്പിട്ടുകൊണ്ട് തന്ത്രമായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഞാനങ്ങ് വിശ്വസിക്കും, കാരണം ശിശുക്കളുടെ ഹൃദയമാണ്. പക്ഷേ എന്ത് സംഭവിക്കും? തൊട്ട് പിന്നാലെ സത്യം വരുമ്പോൾ അടി തിരിച്ചടിക്കും. അതുകൊണ്ട് നടത്തിപ്പോയോട് അധികാരികളോടും മന്ത്രിമാരോടൊക്കെ പറയാൻ പോകുന്നവനെ നേരെ ചൊവ്വ പൊക്കോണം, ഇല്ല തിരിച്ചടിക്കുന്നൊരു കാലമുണ്ട്. വായിക്കാം കേട്ടോ. പിന്നെ വായിക്കും. പിന്നെ അടുത്തെന്ത് ചെയ്തു? അങ്ങനെ കള്ളവും പറഞ്ഞു. തിരിച്ച് രാജാവ് വന്നപ്പോൾ മെഫീബോശത്തിനോട് ചോദിച്ചു, നീ എന്താ പറയാൻ? എൻ്റെ രാജാവ് അവൻ എന്നെ ചതിച്ചു, കഴുതപ്പുറത്തെല്ലാം കയറ്റിയിട്ട് എന്നോട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവൻ എന്നെ ഇട്ടിട്ട് പൊക്കളഞ്ഞു. എന്നിട്ട് രാജാവിൻ്റെ കള്ളവും പറഞ്ഞു. അപ്പോൾ രാജാവിന് കോപം വന്നു. ഇത്രത്തോളം നന്മ ചെയ്തിട്ട് അവൻ അവസാനം 2 ശാമൂൽ 19:26. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, യജമാനായ രാജാവേ, എന്റെ ഭൃത്യന്മാർ എന്നെ ചതിച്ചു. കഴുതപ്പുറത്ത് കയറി രാജാവിനോടുകൂടെ പോകേണ്ടതിന് കോപ്പിടണമെന്ന് അടിയൻ പറഞ്ഞു. അടിയൻ മുടന്തനല്ലോ, അവൻ യജമാനായ അടിയൻ മുടന്തനല്ലോ. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവൻ നമ്മുടെ കരക്കാരനായിരിക്കത്തില്ല, കുട്ടനാട്ടുകാരനായിരിക്കത്തില്ല, ചിലപ്പോൾ തിരുവല്ലക്കാരനായിരിക്കത്തില്ല, ചിലപ്പോൾ കൊട്ടാരക്കരക്കാരനായിരിക്കത്തില്ല, ചിലപ്പോൾ നമ്മുടെ ജാതിപ്പെട്ടവനായിരിക്കത്തില്ല, നമ്മുടെ ഭാഷയപ്പെട്ടവൻ. അതുകൊണ്ട് നമ്മൾ മുടന്തരാണ്. അതിൻ്റെ അർത്ഥം കഴിവില്ലെന്ന് അതിൻ്റെ അർത്ഥം. പക്ഷേ കഴിവുള്ള പാർട്ടികളുണ്ടല്ലോ, അവർ റെക്കമെൻഡിനൊക്കെ പോയി പലതും സാധിച്ചെടുക്കും. പക്ഷേ സൂക്ഷിച്ചോണം കേട്ടോ. ആഭ്യന്തരമന്ത്രി നമ്മുടെ സ്വന്തക്കാരനല്ല, അതുകൊണ്ട് നമുക്കൊന്നും സാധിക്കുന്നില്ല. റവന്യൂ മന്ത്രി നമ്മുടെ ആളല്ല, ശരിയാ. പക്ഷേ നീ മുടന്തരാണെങ്കിലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, അത് വിശ്വസിച്ചാൽ മതി. താട്ട് വായിക്കാം. അടിയൻ മുടന്തനല്ലോ, അവൻ യജമാനായ രാജാവിനോട് അടിയനെ കൊണ്ട് നുണയും പറഞ്ഞു. അത് 18-ാം അധ്യായത്തിലല്ലേ? ശേബ പോയി എന്ത് ചെയ്തു? ദാവീദിൻ്റെ അടുത്ത് പോയി പറഞ്ഞെന്താ? അവൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എങ്ങനെയൊക്കെ? ഇത് ദൈവം തൻ്റെ തല വരുത്തിയ ഇടുത്തിയാണ്. അതുകൊണ്ട് അത് കേട്ടപ്പോൾ രാജാവിന് കോപം വന്നു. കാരണം ഇത്രത്തോളം സ്നേഹിച്ച് നന്മ ചെയ്തിട്ട് അവനിങ്ങനെ പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു കാര്യം, അവൻ്റെ സ്വത്തൊക്കെ നീ അങ്ങ് എടുത്തു. വല്ല ആവശ്യമുണ്ടോ? ഒന്ന് വിസ്താരം ചെയ്യണ്ടേ? തമ്പുരാൻ തന്നെ എന്ത് ചെയ്തു? ആദാവുമായി പാപം ചെയ്തിട്ട് പിശാചിന് മേൽ ചുമത്തി, പിശാചിനോടും ചോദിച്ചിട്ടില്ല, എൻക്വയറി. അതുകൊണ്ട് സ്ഥാനത്തിരിക്കുന്ന പാസ്റ്റർമാരായാലും ശരി, ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും ശരി, മന്ത്രിമാരായാലും ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഈ എൻക്വയറി ചെയ്യണം, ശരിയായിട്ട് കാര്യങ്ങൾ പഠിക്കണം. ഇപ്പോൾ അമേരിക്കയിൽ ഈ റോബിൻസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? FBI എന്ന് പറഞ്ഞാൽ ഫെഡറൽ ബാങ്ക് അല്ല, പിന്നെയോ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അമേരിക്കയിൽ നമ്മളിവിടെ CBI എന്ന് പറയത്തില്ലേ, അവർ ഈ സംഭവം ശേഷം നാട്ടിലിറങ്ങി 7,000 പേരോടാണ് എൻക്വയറി ചെയ്തത്. എവിടെയെങ്കിലും സൂചന കിട്ടുമോ? അപ്പോൾ സഭയിലാണെന്നാലും ശരി, ഭാഷന്മാരായാലും മദർമാരായാലും പോലീസുകാരായാലും ഇതെല്ലാം നല്ല ശരിയായിട്ട് എൻക്വയറി ചെയ്തിട്ട് വിധിയാണ്. ആരെങ്കിലും വന്ന് സ്വാധീനമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നിൻ്റെ തലയ്ക്ക് തന്നെ തിരിച്ചു വരുന്നൊരു കാലം വരും. അതുകൊണ്ട് അധികാരത്തെ സ്ഥാനത്തിരിക്കുന്ന ആര് തന്നെയായാലും, ആര് കംപ്ലൈൻറ്റ് പറഞ്ഞാലും അത് മനസ്സ് വെച്ചുകൊണ്ട് അടുത്തൂടെ ആളെ വിളിച്ച് എൻക്വയറി ചെയ്തിട്ട് വേണം അതിന് സമാധാനം ഉണ്ടാക്കാൻ. വായിക്കാം. 18 അതല്ല,
ഞാൻ പറഞ്ഞ വാക്യം, ശേബ പോയി ദാവീദിൻ്റെ അടുത്ത് പോയി കഴുതപ്പുറത്ത് നിന്ന് സാധനമെല്ലാം കൊടുത്തിട്ട് മെഫീബോശത്തിനെ കുറിച്ച് കള്ളവും പറഞ്ഞു. വായിച്ചേ, അത് കണ്ടോ? അല്ല, പിന്നെ വായിക്കാം, 18-ലുണ്ടെന്ന് തോന്നുന്നു, 18-ാം അധ്യായത്തിലൂടെയോ ഉണ്ടത്. അപ്പം ഇതുപോലെ ആകരുത്. ഇവിടെ ഇതാ ഹാമാൻ എന്ത് ചെയ്തു? രാജാവിനോട് സോപ്പിക്ക് പറഞ്ഞ് പോളിഷ് ചെയ്ത് മൊർദെഖായിയെ തൂക്കാൻ പ്ലാൻ വിട്ടു. ഇനി നടക്കാൻ തന്നെ പ്രശ്നം. പക്ഷേ ഇത് മേളിലൊരാളുണ്ട്, അദ്ദേഹം ഇടപെട്ടു. രാത്രി രാജാവിൻ്റെ ഉറക്കം പോയി. വായിച്ചേ. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ ദിനവൃത്താന്ത പുസ്തകങ്ങൾ കുറിച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ചിലർ ബൈബിൾ വായിക്കുന്ന അങ്ങനെയാണ്, ഉറക്കമൊക്കെ പോകുമ്പോഴെടുത്ത് ബൈബിൾ വായിക്കും. ഉറക്കം പോകുമ്പോൾ ബൈബിൾ വായിക്കില്ല, ഓഡിയോ കേൾക്കാൻ തുടങ്ങിയില്ലെങ്കിൽ എന്തെങ്കിലും. ഇത് ഉറക്കം പോകുമ്പോൾ മാത്രമല്ല, ദിവസവും വായിക്കേണ്ടത്, എന്നേ വായിക്കേണ്ടതായിരുന്നു. ഇപ്പം അവൻ്റെ ഉറക്കം കളഞ്ഞപ്പോൾ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ചില വിശ്വാസികൾ മേലൊക്കെ മര്യാദയ്ക്ക് സമാധാനമായപ്പോൾ അവർക്ക് ദൈവത്തെ വേണ്ട, ദൈവീയ പദ്ധതി വേണ്ട, പ്രാർത്ഥന വേണ്ട. അപ്പോൾ എന്ത് കഷ്ടകാലം വരും, ഒന്നുകിൽ തീരാ രോഗം, അല്ലെങ്കിൽ പ്രയാസം, ഇല്ല സാമ്പത്തികം. അപ്പോൾ പിന്നെ പ്രാർത്ഥന തുടങ്ങി, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങും, പിന്നെ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോൾ ചിലർക്കെല്ലാം ഇങ്ങനെ കുതിരയ്ക്ക് എന്തു പറയും, മുഖപ്പൊട്ടയും ചമ്മട്ടി കൊണ്ട് അതിനെ അടങ്ങി വരത്തുള്ളൂ. 32-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഈ മനുഷ്യർക്ക് ചില കഷ്ടവും ദുരിതമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മര്യാദ പഠിക്കത്തുള്ളൂ. നേരെ ചൊവ്വേ ദൈവത്തെ അന്വേഷിക്കുന്നൊരു ചുരുക്കമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും ചിലർക്ക് മാറാതെ കിടക്കുന്നത്. മക്കളെ വളർത്തി വരുമ്പോൾ തങ്ങളുടെ തിന്മ അവർ കൂടെ മറ്റൊരു വിധത്തിൽ വെളിപ്പെടുത്തും. അപ്പോഴാണ് ഇവർക്ക് മാനസാന്തരം. തന്തപ്പടിക്ക് മാനസാന്തരം മകൻ്റെ ദുർപ്രവൃത്തി വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തെ, യഹോവയെ എല്ലാ കാലത്തും അവനെ സ്നേഹിച്ചും ആദരിച്ചും പോകണമെന്ന് പറയുന്നതിന് കാരണം. വായിക്കാം. 32-ന്റെ നോക്കണം. അതുകൊണ്ട് ദൈവമക്കളായ നമ്മൾ എല്ലായ്പ്പോഴും ദൈവത്തെ അനുസരിച്ചും ഭയപ്പെടും. അത് ബുദ്ധിയില്ലാത്തവരെ പോലെ ആകരുത്. എല്ലാം അനുകൂലമാകുമ്പോൾ ദൈവത്തെ വേണ്ട. നമുക്ക് ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, അപ്പോഴായിരിക്കും അല്ലെങ്കിൽ ശരീരം വീക്കാകും, ആക്സിഡൻ്റ് ഉണ്ടാകും. അപ്പോൾ സമയം കിട്ടി, അപ്പോഴാണ് ദിനവൃത്താന്ത പുസ്തകം വായിക്കാൻ തുടങ്ങും. അപ്പോൾ ചിലതൊക്കെ വായിപ്പിക്കണമെങ്കിൽ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ കഷ്ടങ്ങൾ ഉണ്ടായെങ്കിലേ ഇവനൊക്കെ ദൈവത്തെ അന്വേഷിക്കത്തുള്ളൂ. അപ്പോൾ അതിലൊന്നാണ് ഇപ്പോൾ എന്ത് ചെയ്തു, രാത്രി ഉറക്കം പോയി. വായിച്ച്. അത് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു. ഉമ്മരപ്പടി കാവൽക്കാരനായ രാജാവിന്റെ ഷണ്ഡന്മാരിൽ ബിഗ്ദാന, തേർശ് എന്നീ 2 പേർ അഹസ്വേരോസ് രാജാവിനോട് ഒരിക്കൽ അഹസ്വേരോസ് രാജാവിന് 2 പടയാളികൾ കൊല ചെയ്യാൻ പോയപ്പോൾ ഇത് ആര് മനസ്സിലാക്കി? പടിവാതിൽ കിടക്കുന്ന മൊർദെഖായിക്ക് മനസ്സിലായി. അവൻ്റെ പടിവാതിൽ രാപകൽ ജാഗരിക്കുന്ന മനുഷ്യൻ, അവരുടെ പ്രിയരെ പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവം ചിലതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കും. ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം, എളിമ ജീവിതം, പാദപീഠത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അപ്പം ഈ മൊർദെഖായി ആ പാദപീഠത്തിൽ കടന്നുകൊണ്ടാണ്, വാസൽപ്പടിയിൽ കടന്നുകൊണ്ട് കാര്യം മനസ്സിലാക്കി. ഇവർ ആലോചിക്കുന്ന ആലോചന കേട്ടു. അത് രാജാവിന് ഇൻഫർമേഷൻ കൊടുത്തു. രാജാവിൻ്റെ ജീവനെ രക്ഷിച്ചു. അന്ന് ദിനവൃത്താന്തത്തിൽ എഴുതി, പക്ഷേ രാജാവ് മറന്നുപോയി. പക്ഷേ അങ്ങനെ മറന്നാൽ ദൈവം വിടുവോ? നിന്റെ നല്ല പ്രവൃത്തികളും നീതിപ്രവൃത്തികളും ധർമ്മപ്രവൃത്തികളും കുറിച്ചു വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം തക്ക സമയത്ത് വരുമ്പോൾ നിന്നെ ഉയർത്തും. അതുവരെയും അവൻ്റെ ബലമുള്ള കരത്തിൽ താന്നിരിക്കണം. ഇപ്പോൾ മൊർദെഖായിയുടെ സമയം വന്നു. ആ സമയം വന്നപ്പോൾ രാജാവിൻ്റെ ഉറക്കം പോയി. നിന്റെ ഭാഗത്ത് നീതിയുണ്ടെങ്കിൽ, നീ ദൈവത്തിന് മുമ്പ് നീതിയുള്ളവനാണെങ്കിൽ നീ ആരടുത്തും കംപ്ലൈൻറ്റ് പറയാൻ പോകണ്ട. ആ സമയം വരുമ്പോൾ ദൈവം ഉറക്കം കളയേണ്ടവൻ്റെ ഉറക്കം കളഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ വിശ്വസിക്കണം. അല്ലാതെ അവിടെ ഇവിടെ നടന്നുള്ള റെക്കമെൻഡിന് പോകരുത്, വേറൊരു ആപ്പ് വെക്കാൻ പോകരുത്. അവിടെ നിനക്ക് സ്വാധീനം കിട്ടേ സമയത്തിന് മുമ്പ് ചിലപ്പം അങ്ങേരും പോകും, നീയും പോകും. അവിടെ സൂക്ഷിച്ച് വേണം ഈ റെക്കമെൻഡിന് പോകാൻ, സ്വാധീനത്തിന് പോകാൻ. ആൾ സ്വാധീനം ഉണ്ടെന്ന് വെച്ചുകൊണ്ട് എന്ത് അന്യായം കാണിക്കാൻ പോരുത്. അല്ലെങ്കിൽ നാക്സാമർത്ഥ്യമുണ്ട്, തൻ്റെ ഇടമുണ്ട് നമ്മൾ ശേബയെ പോലെ ഈ നിരപരാധികളെ ക്രൂശിക്കാൻ പോകരുത്. അവസാനം നീ ഗതികേടിലാകും. വായിക്കാം. എടാ, ഇത് വായിച്ചപ്പോൾ ഇങ്ങനെ എൻ്റെ ഞാനിപ്പോൾ നിൽക്കുന്നതേ മൊർദെഖായി കൊണ്ടാണ്. എന്നിട്ട് അവന് വല്ല ഗുണം കൊടുത്തോ, നന്മ കൊടുത്തോ? ഇല്ല. അയ്യോ, രാത്രിയിലാ. അപ്പോൾ നേരം വിളിക്കാറായി. അപ്പം രാജാവ് ഇങ്ങനെ മൊർദെഖായി കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് രാവിലെ ആര് വരുന്നത്? ഉദ്യോഗക്കയറ്റം കിട്ടി മൊർദെഖായിയെ തൂക്കാൻ 50 മുഴം, 1 2 അല്ല കേട്ടോ. ഇവൻ്റെ ശരീരം ലോകം മുഴുവൻ കാണണം. എന്നോട് മത്സരിക്കുന്നതിന് ഇങ്ങനെയായിരിക്കും, എന്നെ കുമ്പിടാത്ത എന്നെ എതിർക്കുന്നവൻ. അങ്ങനെ 50 മുഴം എന്ന് പറഞ്ഞാൽ 75 അടിയാണ്. നമ്മുടെ ഈ ഹോളിൻ്റെ 7 ഇരട്ടി
പൊക്കം കേട്ടോ. ഈ ഹോളിൻ്റെ 7 ഇരട്ടി പൊക്കത്തിൽ കൊടിമരം ഉണ്ടാക്കിയിട്ട് മൊർദെഖായിയുടെ ശവം തൂക്കാനിരിക്കുകയാണ് ആര്? ഹാമാൻ. എന്താ സംഭവിച്ചു? വായിക്കാം. പ്രാകാരത്തിൽ ആരുള്ളൂ എന്ന് രാജാവ് ചോദിച്ചു. അതിരാവിലെ രാജാവ് കാത്തിരിക്കുകയാണ്. തൻ്റെ ജീവൻ നിലനിർത്തിയത് മൊർദെഖായി. അപ്പം മൊർദെഖായി കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് മൊർദെഖായെ തൂക്കാൻ ഹാമാൻ ഇതാ മുമ്പോട്ട് വരികയാണ്. വായിക്കാം. എന്നാൽ ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി താൻ തീർപ്പിച്ച കഴിവിന്മേൽ അവനെ തൂക്കിക്കളയേണ്ടതിന് രാജാവിനോട് അപേക്ഷിപ്പാൻ രാജധാനിയുടെ പുറത്ത് പ്രാകാരത്തിൽ വന്നു നിൽക്കും. അവൻ അതിനൊക്കെ നേരത്തെ വന്നു. അങ്ങനല്ലേ? നേരെ ദൈവത്തെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും വെളുപ്പാൻകാലത്ത് ആരും നിൽക്കും. ഇച്ചിരി ലാഭക്കച്ചവടം ഒരു അന്യായമാണ്, എന്ത് ചെയ്യും? അന്ന് ഉറക്കവും വരത്തില്ല. ഇവിടെ വെളുപ്പാൻകാലത്ത് ഓടി വന്നിരിക്കുക ഹാമാൻ. ആരെ തൂക്കാൻ? മൊർദെഖായെ തൂക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വായിക്കാം. രാജാവിന്റെ ഭൃത്യന്മാർ അവനോട് ഹാമാൻ പ്രാകാരത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അവനകത്ത് വരട്ടെ എന്ന് രാജാവ് കൽപ്പിച്ചു. രാജാവ് ശ്രദ്ധിച്ചോണം കേട്ടോ, ശ്രദ്ധിച്ചോണം. ഇതൊക്കെ വലിയ അർത്ഥമുള്ള പാഠങ്ങളാണ്. അവൻ വരട്ടെ ആദ്യം. വായിക്കാം. ഹാമാൻ അകത്ത് വന്നപ്പോൾ രാജാവ് അവനോട്, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തെല്ലാമാകുന്നു ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ ഇവൻ വിചാരിച്ചു എന്നെ അല്ലാതെ ആരാ? ഇങ്ങനെയുള്ള അഹന്ത കയറി കഴിഞ്ഞാൽ ഞാനല്ലാതെ ആരുണ്ട് ഇവിടെ? ഇല്ലയോ? പണ്ട് സ്റ്റാൻലി ജോൺസൺ മാരാമൺ കൺവെൻഷനെ പ്രസംഗിച്ചപ്പോൾ പുതിയ യെരൂശലേമിനെ കുറിച്ച്, മണവാട്ടിയെക്കുറിച്ച് അങ്ങോട്ട് വിവരിച്ചു. 12 രത്നക്കല്ലുകളെക്കുറിച്ച്. പോൾ ഇതുപോലെ ഇവിടെ മണവാട്ടി ആരുണ്ടെന്ന് ചോദിച്ചു. നമ്മുടെ കരിക്കുമ്പല്ല അമ്മച്ചി 2 കൈയിലും സ്വർണ്ണവളയൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുക. നല്ല പട്ടുസാരി, വയസ്സ് 65 ഇട്ടുകൊണ്ട് വന്നിരിക്കുക. പുള്ളിക്കാരത്തി എന്നെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. പുള്ളി ചാടി ഞാനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അടുത്ത ദിവസം കൊച്ചുമാൻ വന്ന് അമ്മച്ചിയുടെ തലയറുത്തു. കൂടെയുള്ളവൻ റേപ്പും ചെയ്തു, സ്വത്തുമെല്ലാം അടിച്ചുകൊണ്ട് പോയിക്കളഞ്ഞു. അപ്പോൾ ഈ അഹങ്കാരികൾക്കും അഹന്തയുള്ളവരുടെയും ഗതി ഇതാണ്. താഴ്മയുള്ളവരെ ദൈവം. അപ്പോൾ അവൻ വന്നപ്പോൾ എന്തു ചെയ്തു? രാജാവ് ഞാൻ ബഹുമാനിക്കാൻ ഉദ്ദേശിക്കുന്നവനെ എന്താ കൊടുക്കണം? വായിക്കാം. എന്നെ അല്ലാതെ കേട്ടോ. ഈ പിശാച് ആർക്കും കയറരുത്. ഞാനാണ് വലിയ ആള്, എന്നെ കവിഞ്ഞ് ഇവിടെ ആരുമില്ല എന്നുള്ള അഹന്ത കയറുന്നവനെല്ലാം ഗതി ഇത് തന്നെയാണ്. അപ്പോൾ ഇവൻ വിചാരിച്ച് ഞാനല്ലാതെ ഇവിടെ ആരാ ഉള്ളത്? ബാക്കിയുള്ളവരെല്ലാം പീറയാണ്, ഞാൻ മാത്രമാണ് ശ്രേഷ്ഠൻ. വായിക്കാം. എന്നെ അല്ലാതെ ആരെ രാജാവ് അത്രയധികം ബഹുമാനിക്കാൻ ഇച്ഛിക്കും എന്ന് ഹാമാൻ ഉള്ളുകൊണ്ട് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചത് കൊണ്ടാണ് ഇതെല്ലാം തുറന്നു പറയുന്നത്. എന്തൊക്കെ വേണം? വായിച്ചേ. ഹാമാൻ രാജാവിനോട്, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് വേണ്ടി രാജാവ് ധരിച്ചു വരുന്ന രാജവസ്ത്രം നോക്കണം. ചില്ലറ കാര്യമൊന്നുമല്ല. രാജവസ്ത്രം, പിന്നെ രാജാവ് കയറുന്ന കുതിരയും. നിങ്ങൾ കേട്ടോണം. ഇവൻ എവിടെ നോക്കണം? എൻ്റെ അഹന്ത കൂടി 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 ഇടം വരെ എത്തി. രാജാവിൻ്റെ കുതിര, രാജാവിൻ്റെ വസ്ത്രം, പിന്നെ അവന്റെ തലയിൽ വെക്കുന്ന കിരീടവും. അടുത്ത് വസ്ത്രവും കുതിരയും രാജാവിന്റെ അതിശ്രേഷ്ഠ പ്രഭുക്കന്മാരിൽ ഒരുത്തന്റെ കയ്യിൽ ഇത് ഏൽപ്പിക്കണം. തന്നെയല്ല, ഏറ്റവും ശ്രേഷ്ഠ പ്രഭുക്കന്മാരുടെ കയ്യിലായിരിക്കണം അത് കൊടുക്കേണ്ടത്. എന്നിട്ട് രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ആ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണ വീതിയിൽ കൂടെ കൊണ്ടു നടന്നു. രാജാവ് ഇതെല്ലാം താനാണെന്നുള്ള ചിന്തയിലാണ് പറയുന്നത്. വായിക്കാം. അടുത്ത്. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യുമെന്ന് അവന്റെ മുമ്പിൽ ഏതായാലും ഒരു കാര്യം കൂടെ ചോദിക്കാൻ നന്നായി. അതുകൂടെ ചോദിച്ചിരുന്നെങ്കിൽ അവിടെ തന്നെ കഥ തീർന്നേനെ. പിന്നീട് അതിൻ്റെ റിയാക്ഷൻസ് ഉണ്ടായത് നിങ്ങൾ വായിച്ച് പഠിച്ചാൽ മതി കേട്ടോ. അല്ലേ? ഇത്രയൊക്കെ ചോദിച്ച സ്ഥിതിക്ക് മറ്റോട് ചോദിക്കാൻ അവന് മനസ്സ് വരേണ്ടതാണ്. പക്ഷെ എന്തോ ഗുരുത്വത്തിൽ മറ്റേ മൊർദെഖായിക്ക് നന്മ കിട്ടാൻ വേണ്ടി അവൻ ചോദിച്ചില്ല. അല്ല, അപ്പോഴേ അവൻ്റെ കഥ തീർന്നേനെ. പിന്നീട് നമ്മൾ കണ്ടല്ലോ അവൻ്റെ കഥ തീരാൻ അത് തന്നെയായിരുന്നു മുഖാന്തരം. വായിക്കാം. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യുമെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. രാജാവ് ഹാമാനോട്, അടുത്ത് ശ്രദ്ധിക്കുക. രാജാവ് ഹാമാനോട്. അപ്പോൾ ഈ രാജാക്കന്മാരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നടത്തിപ്പുക. നിങ്ങൾ ഈ നടത്തിപ്പുകാരൊന്നും അധികം പള്ളി പറഞ്ഞാൽ അവർ വിശ്വസിക്കും, കുഞ്ഞുങ്ങളെ പോലാകും. ചിലപ്പോൾ ഞങ്ങളോടൊക്കെ ചിലപ്പോൾ ശരിയാണെന്ന് ചോദിക്കാം. കാരണം നമ്മളോട് അടുത്തിരിക്കുന്ന ലിംഗനോ മറ്റാരെങ്കിലുമൊക്കെ വന്ന് ചായ അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും. പക്ഷേ ഇതുപോലുള്ള കുരുത്തക്കേട് അല്ലെങ്കിൽ കുത്തിത്തിരിപ്പും കൊണ്ടാണ് വരുന്നെങ്കിൽ വിചാരിച്ചു വേണം, കഴിവുമാറി നിൻ്റെ തലയിൽ നീ അത് തൂങ്ങേണ്ടി വരും കേട്ടോ. ഓരോരുത്തർ ശ്രദ്ധിച്ചോണം. അവസരം കിട്ടുമ്പം അത് മുതലെടുക്കാൻ പോകരുതേ. വായിക്കാം. അപ്പോൾ രാജാവിൻ്റെ ഹൃദയം, വായിച്ചേ സദൃശവാക്യം 23:1 രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക് അത് തിരുത്തും. അപ്പോൾ അങ്ങനെ രാജാക്കന്മാർ അധികം നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരൊക്കെ ഉയർന്നു പോകുന്നവർ അവർ കൊച്ചു ഹൃദയങ്ങളായിത്തീരും. നമ്മൾ വിചാരിക്കും ചീഫ് പാസ്റ്റർ അല്ല സെൻട്രൽ പാസ്റ്റർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി, ഇവരുടെ പിന്നാലെ ഈ
കുറിപ്പ് കൊടുക്കുന്നവരാണ് സൂക്ഷിക്കേണ്ടത്. അവരൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ പലരുടെയും മനസ്സ് കുഞ്ഞുങ്ങളെ പോലെ ആകും. പിന്നെ ഈ പറഞ്ഞ പ്രൈവറ്റ് സെക്രട്ടറിയും കൂടെ ഇരിക്കുന്നവൻ്റെയൊക്കെയാണ് തൻ്റെ ഇടം, ഇല്ലയോ? ചിലപ്പോൾ ചീഫ് പാസ്റ്റർ കാണുമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അടുത്ത കൊച്ചു പോയി ഇപ്പം പറ്റത്തില്ല, അങ്ങനെ ഇപ്പം പറ്റത്തില്ലെന്ന് പറഞ്ഞ് നമ്മളെന്ത് വിചാരിക്കട്ടെ? ഈ പാസ്റ്റർ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് പോകും. അവൻ പറഞ്ഞ് ശരിയായി, കാരണം പുള്ളി ക്ഷീണിച്ച് കിടക്കുമായിരിക്കും, മര്യാദയ്ക്ക് പറയത്തില്ലല്ലോ. ഇത് ഇപ്പം കാണാൻ ഒക്കത്തില്ല എന്നൊക്കെ കാണില്ലേ? ഇതുപോലെ തിരിച്ചും വരും. അപ്പം ചില മന്ത്രിമാരും മുഖ്യമന്ത്രിക്ക് നല്ല മനുഷ്യരായിരിക്കും, പക്ഷേ ഈ കൂടെ ഇരിക്കുന്നവന്മാരാണ് ഈ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വായിക്കാം. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ അതുകൊണ്ടാണ് സദസ്യവാക്യം, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. അതുകൊണ്ടാണ് രാജാവിൻ്റെ ഉറക്കം കളഞ്ഞ് ഇപ്പോൾ ഇതെല്ലാം സംഭവിച്ചത്. അല്ലെ, രാജാവ് ചിന്തിക്കുക എന്താണ് ഇവൻ ഇത്രത്തോളം പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ വസ്ത്രം, എൻ്റെ കുതിര, ഇതൊക്കെ ചോദിക്കുന്നു. വായിക്കാം. രാജാവ് ഹാമാനോട്, നീ വേഗം ചെന്ന് വസ്ത്രവും കുതിരയും നീ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുന്ന യഹൂദ്യനായ മൊർദെഖായിക്ക് അങ്ങനെയൊക്കെയും ചെയ്യുക. നീ പറഞ്ഞതിൽ ഒന്നും കുറച്ചേക്കല്ലേ കേട്ടോ. എങ്ങനെയുണ്ട് സംഗതി? ക്ലൈമാക്സ് എങ്ങനെയുണ്ട്? ഒന്നും കുറയ്ക്കരുത്. ഇതെല്ലാം കൊണ്ടുവന്ന് അവനെ ധരിപ്പിച്ച് നീ വേണം ആ കുതിരയുടെ കടിഞ്ഞാണം പിടിച്ചുകൊണ്ട് റോഡിൽ കൂടെ നടത്തിക്കൊണ്ട് പോകാൻ. അവൻ കുതിരപ്പുറത്തിരിക്കും, നീയെ റോഡിൽ കൂടെ കടിഞ്ഞാണം പിടിച്ചു പോകണം. വായിച്ചേ. അപ്പോൾ ഹാമാൻ വസ്ത്രവും കുതിരയും കൊണ്ടുവന്ന് മൊർദെഖായിയെ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണ വീതിയിൽ കൂടി കൊണ്ടു നടന്നു. അങ്ങനെയുണ്ട് ദൈവത്തിൻ്റെ പദ്ധതി. കഴുകുമരത്തെ തൂക്കാൻ പോയവനാണ്. അങ്ങനെ ആ കഥ കഴിഞ്ഞു. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ അടുത്ത ദിവസം രാജ്ഞിയുടെ അടുത്ത് പോയി അപേക്ഷിക്കാൻ പോയതാണ്. ബിരുദ സൽക്കാരം കഴിഞ്ഞ് അപേക്ഷിക്കാൻ പോയപ്പോൾ ഇവൻ ജീവന് ഭയന്നിട്ട് എന്ത് ചെയ്തു? രാജ്ഞിയുടെ കട്ടിലാണെന്നൊന്നും തോന്നിയില്ല, ആ കട്ടിലോട്ടങ്ങ് മറിഞ്ഞു കിടന്നു. അറിഞ്ഞുകൊണ്ടല്ല. അപ്പോഴത്തേക്ക് ആര് വന്നു? രാജാവ് വന്നു. ഇവൻ കൊള്ളാമല്ലോ, ഇപ്പം മറ്റത് ഞാൻ പറഞ്ഞില്ല, അന്ന് ചോദിക്കാഞ്ഞത് ഇപ്പം വായിച്ചേ. രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീണ്ടും വീഞ്ഞു വിരുന്നുശാലയിലേക്ക് വന്നപ്പോൾ എസ്തർ ഇരിക്കുന്ന മെത്തമേൽ ഹാമാൻ വീണ് കിടന്നിരുന്നു. അന്നേരം രാജാവ്, ഇവൻ എന്റെ മുൻപാകെ അരമനയിൽ വെച്ച് രാജ്ഞിയെ ബലാത്കാരം ചെയ്യുമോ എന്ന് പറഞ്ഞു. ഈ വാക്ക് രാജാവിന്റെ വായിൽ നിന്ന് നോക്കണം. അവിടെ നല്ല വിശ്വസ്തരായ ഭൃത്യന്മാരുണ്ടായിരുന്നു. ആരെ? ഇസബേലിനെ തള്ളിക്കളഞ്ഞ ഷണ്ണന്മാരെ പോലെ ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സ് വിഷമിച്ചിരുന്ന കുറെ പേർ അവിടെ ഉണ്ട്. അവസരം കിട്ടാൻ കുതിയിരുന്നു. ഇങ്ങനെ രാജാവ് പറഞ്ഞ ഉടനെ വിസ്താരത്തിന് പോയത് നടക്കത്തില്ല. അതുകൊണ്ട് ഉടനെ മുഖം മൂടി. വായിക്കാം. ഈ വാക്ക് രാജാവിന്റെ വായിൽ നിന്നും വീണ ഉടനെ അവർ ഹാമാന്റെ മുഖം മൂടി. അപ്പോൾ രാജാവിന്റെ ഷണ്ഡന്മാരിൽ ഒരുത്തനായ ഹർബാന ഇത് രാജാവിന്റെ നന്മയ്ക്കായി സംസാരിച്ച മൊർദെഖായിക്ക് ഹാമാൻ ഉണ്ടാക്കിയതായ 50 മുഴം ഉയരമുള്ള കഴുമരം ഹാമാന്റെ വീട്ടിൽ നിൽക്കുന്നു എന്ന് രാജസന്നിധിയിൽ ബോധിപ്പിച്ചു. അതിന്മേൽ തന്നെ അവനെ തൂക്കിക്കളവിനെന്ന് രാജാവ് പറഞ്ഞു. അവർ ഹാമാനെ അവൻ മൊർദെഖായിക്ക് വേണ്ടി ഇതാണോ ദുഷ്ടതയ്ക്കുള്ള പ്രതിഫലം? മനസ്സിലാവുന്നു? അതുകൊണ്ട് നീതിമാന്മാരെ ദുഷ്ടന്മാരെ അല്ല, നീതിമാന്മാരും നീതിക്കും സത്യത്തിനും വേണ്ടി നിൽക്കുന്നതിനെ കൊല്ലാം. പക്ഷേ നിന്റെ അവസാനം നീ ഒരുക്കിയ കഴിമൂരം, ഇല്ലയോ? താൻ കുഴിക്കുന്ന കുഴിയിൽ തന്നെ വീഴും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഇങ്ങനെയുള്ളവരെ സൂക്ഷിച്ചോണം. നോക്കണം, ഭാര്യ സേരസും അനുയായികളും ചേർന്നാണ് ഈ പൊട്ടനെ കഴിമരം ഉണ്ടാക്കി തൂക്കാൻ പറഞ്ഞത്. പക്ഷേ ഇവനിടയ്ക്കൊന്ന് വീട്ടിൽ വന്ന് വെള്ളം കുടിക്കാൻ, ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വന്നവൻ ഭാര്യയോട് പറഞ്ഞു, പാളിപ്പോയി. വായിച്ചേ. മൊർദെഖായി രാജാവിന്റെ വാതിൽക്കൽ മടങ്ങി വന്നു. ഹാമാനോ ദുഃഖിതനായി തല മൂടിക്കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോയി. തനിക്ക് സംഭവിച്ചതൊക്കെ ഹാമാൻ ഭാര്യയായ സേരസിനെ, ഇവൻ അങ്ങനെ വലിയ വിശ്വസ്തനാകട്ടെ, എന്തുണ്ടേലും പോയി ഭാര്യയോട് പറഞ്ഞിരിക്കും കേട്ടോ. ഇവിടെ ഭാര്യയുടെ സ്റ്റാൻഡേർഡ് നോക്കണ്ട. നീ ഭാര്യയോട് സംസാരിക്കാം. അബിഗേലിനെ പോലുള്ള വിവേകമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ എല്ലാം തുറന്നു പറയാം. ഇല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ മനസ്സ് പെട്ടെന്നാണ് തിരിയുന്നത്. ഈ മനം തിരിയുന്ന പെണ്ണുങ്ങൾ ഭാര്യമാരാണേലും സ്വന്തക്കാരാണേലും സൂക്ഷിച്ചോണം. ഇല്ല നിന്റെ ഗതി അതോ ഗതിയായി മാറും. വായിക്കാം. തനിക്ക് സംഭവിച്ചതൊക്കെ ഹാമാൻ ഭാര്യ സേരസിനോടും തന്റെ സകല സ്നേഹിതന്മാരോടും. യുവന്മാർ ആ വീട്ടിൽ പോകത്തില്ലയോ? പിന്നെ യുവന്മാർ സ്ഥിരം അവിടെ തന്നെയാണ്. എപ്പോൾ ചെന്നാലും ആരുണ്ട് ഇവിടെ ചുറ്റും. അപ്പം മനസ്സിലായ കാര്യം, ഇതിനെയൊക്കെ സൂക്ഷിച്ചോണം കേട്ടോ. ആവശ്യമില്ലാത്ത ചങ്ങാത്തവും വാജുപടിയും കൂട്ടുകാരും വീടുകൾ കയറുമ്പോൾ വിചാരിച്ചോണം ഇത് സംഗതി പാളച്ചയാണ്. അവിടെ നിർത്തിക്കോണം, അവിടെ അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ നാളെ അവൾ നിന്റെ തലയ്ക്ക് കത്തി വെക്കുന്നവരായിരിക്കും. വായിക്കാം. അവന്റെ വിദ്വാൻമാരും അവന്റെ ഭാര്യ സേരസും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. ഇതൊന്നും തലേദിവസം പറഞ്ഞാൽ പോരെ? ഈ ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയ അറിവല്ലല്ലോ ഇത്. ഇതെന്താ ഇവൾമാർ തലേദിവസം പറഞ്ഞു കൊടുക്കാഞ്ഞേ? ഇപ്പൊ പറയുക നീ മൊർദെഖായിയുടെ മുമ്പിൽ വീഴാൻ തുടങ്ങി. അവൻ യഹൂദ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കയില്ല.
അവനോട് തോറ്റു എന്നാൽ ഈ തലേദിവസം പറഞ്ഞു കൊടുക്കണ്ടേ, എടാ നീ കളിക്കാൻ പോകണ്ട, അവൻ യഹൂദനാണ്, അവന്. ഇപ്പം വീണ് കഴിഞ്ഞപ്പോൾ എന്ത് പറയുന്നു? ഞാൻ അന്നേരം ഓർത്തതാ, ഇപ്പോഴാണ് പറയാൻ തുടങ്ങി. ഈ കിഴങ്ങൻ എന്നാ പറയാന്ന്, ഇവിടെ അപ്പോഴെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, ഇല്ലയോ? ആ സമയത്തെങ്കിലും ഒന്ന് പൊട്ടിക്കണ്ടേ? നമുക്ക് പറയാൻ പറ്റി പാടില്ല, ഞാൻ ലോകമനുഷ്യ പോലാണ്. അപ്പോഴെങ്കിലും ഒരു പൊട്ടിക്കൽ കൊടുക്കണ്ടേ? ഈ പാവപ്പെട്ട കിഴങ്ങൻ. ഇങ്ങനെയുള്ള കിഴങ്ങന്മാർ ഇതുപോലുള്ള തന്ത്രശാലികളായ സ്ത്രീകളെ കല്യാണം കഴിച്ചാലുള്ള കുഴപ്പം ഇതാണ്. അതുകൊണ്ട് ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം തരുന്നതിനെ സ്വീകരിക്കാവും. തിരിച്ചുകൊണ്ട് നാബാലിനെ പോലുള്ള പോഷന്മാർ. അതുകൊണ്ട് ഇതെല്ലാം ഭംഗിയായി നടക്കണമെങ്കിൽ നിൻ്റെ വഴി യഹോവയിൽ പരമേൽപ്പിക്കുക. സദൃശവാക്യത്തിൽ 14:16 നിൻ്റെ വഴി യഹോവയിൽ പരമേൽപ്പിക്കുക, അവനത് നിവർത്തിച്ചു തരും. അങ്ങനെ മുമ്പോട്ട്. അതാണ് അമേരിക്ക എടുത്ത സന്ദർശനം. നിങ്ങൾ ദൈവത്തിന് പരമേൽപ്പിക്കുക. നിങ്ങളുടെ കുടുംബം അനുഗ്രഹമായി തീരുവാൻ, കുടുംബജീവിതം, സ്ത്രീകൾ കുടുംബം നടത്തട്ടെ, കുടുംബം ഭരിക്കട്ടെ, കുഞ്ഞുങ്ങളെ വളർത്തട്ടെ. ഇത് ഭർത്താവ് രാവിലെ ഇതുവഴി പോവും, ഭാര്യ ഇതുവഴി പോവും, കണ്ടവൻ്റെയൊക്കെ കമ്പനി കയറി അവിടെ ജോലി ചെയ്ത് എവളുമാർ അവർക്കും അടിമയായി പോകേണ്ടി വരും, അവരുടെ ഇഷ്ടം ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ കഴിയുന്നതിനേക്കാൾ നല്ലത് ഭർത്താക്കന്മാർ ജോലി ചെയ്യട്ടെ, ഭാര്യമാർ വീട്ടിൽ മക്കളെ വളർത്തി യോഗ്യമായിട്ട് മുന്നോട്ട് പോട്ടെ എന്നുള്ള ആശയം കൂടിയാണ് ഈ ചാർലി ക്രിക്കും ഇവരുടെ ടേണിംഗ് പോയിൻ്റ്, അല്ലെങ്കിൽ മേക്കിംഗ് അമേരിക്ക ആൻഡ് ഗ്രേറ്റ് അമേരിക്ക. ഇത് നമുക്കും ഒരു പാഠമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനങ്ങളെ ഏറ്റുകൊണ്ട് യോഗ്യമായി ജീവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഒരു കാര്യം ഓർത്തോണം, ഏത് തിന്മയും ചിലപ്പോൾ എത്രത്തോളം ഹാമാനെ പോലെ വളരും. ഹാമാൻ ആ സമയത്ത് തൂക്കുവാൻ കഴുകുമരം ഒരുക്കുന്നു വരും. പക്ഷെ ഒരു കാര്യം, നിന്റെ ദൈവം നീതിയുള്ള ദൈവമാണ്. തിന്മയെ പൊരുതി ജയിച്ചവനാണ് നമ്മുടെ ദൈവം. തിന്മയുടെ ശക്തിയെ കാൽവരിയിൽ അവൻ്റെ തലയെ തകർത്തവനാണ്. അതുകൊണ്ട് സത്യത്തിന് വേണ്ടി നിൽക്കുക, സത്യത്തിന് വേണ്ടി പോരാടുക, സത്യത്തിന് വേണ്ടി ജീവിക്കുക. ഹല്ലേലൂയ. തിന്മകൾ നമുക്ക് നേരിടേണ്ടതുണ്ടു, നന്മകളാൽ ജയം വരിക്കണം. തിന്മകൾ നമുക്ക് നേരിടേണ്ടതുണ്ടു, നന്മകളാൽ ജയം വരിക്കണം. പാപത്തോടു നാം പോരാടണം, പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണം. പാപത്തോടു നാം പോരാടണം, പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമാ സാക്ഷികൾ സമൂഹമേ മുന്നേറുക. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമാ സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം.